നിങ്ങളുടെ ദൈവസന്നിധിയിലായിരിക്കാൻ, പ്രത്യേകിച്ച് ദൈവജനമായിട്ട് നിങ്ങൾ മുമ്പിൽ നിൽപ്പാൻ കർത്താവിന്റെ ജീവിതത്തിൽ നൽകിയ നല്ല അവസരത്തിനായിട്ട് ഞാൻ കർത്താവിന്റെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ രാത്രി നമ്മെ അനുഗ്രഹിക്കട്ടെ. വചനത്തിന്റെ വെളിപ്പാടുകൾ, വചനത്തിന്റെ ആഴങ്ങൾ ഗ്രഹിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ കരം നമ്മുടെ മേലുണ്ടല്ലോ, കർത്താവിന്റെ അനുഗ്രഹം, കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മേലുണ്ടല്ലോ. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ നിങ്ങളുടെ ആരോഗ്യത്തോടും ബലത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും ഒക്കെ ആയിരിക്കുന്നത്. പലപ്പോഴും നമുക്ക് ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുക, എന്തോ ദൈവം എനിക്ക് വേണ്ടി ചെയ്തത്. ഇന്ന് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ അനുഗ്രഹം. ആരോഗ്യത്തോടെ നേരെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബ്ലെസ്സിങ്. നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമ്മുടെയൊക്കെ ശരീരത്തിന്റെ ഒരു നരമ്പ് ഒന്ന് ബലഹീനമായാൽ മതി, അല്ലേ? മനുഷ്യൻ പച്ച മലയാളത്തിൽ പറഞ്ഞ വാട്ടായിപ്പോ. ദൈവം നമ്മളെ സൂക്ഷിക്കുന്നല്ലോ. കർത്താവിന്റെ കൃപകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. സ്പെഷ്യലി ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾ മറ്റ് പണികളിലൊന്നുമല്ല, തിരക്കിലല്ലെങ്കിൽ ദയവായിട്ട് നിങ്ങൾ വീഡിയോ ഓൺ ചെയ്താട്ടെ. കാരണം എനിക്കിങ്ങനെ വീഡിയോ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പ്രസംഗിക്കുമ്പോൾ കുറെ കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് പോകും. ആരെങ്കിലും സ്വീകരിക്കുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളൊരു, നിങ്ങൾക്ക് വേണ്ടിയല്ല, എനിക്ക് എൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്യാണ്. കഴിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഓൺ ചെയ്താൽ നല്ലതാണ്. ഇപ്പോൾ ഓൺ ചെയ്ത് വെച്ച് പിന്നെ ഇടയ്ക്കിട്ട് വെച്ച് പോവുകയും ചെയ്യല്ലേ. കുറച്ച് നേരം ദിവസത്തിൽ ഇരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തോന്നുന്നുണ്ടോ? ഓക്കെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇപ്പൊ ശരിയാണോ? ഓക്കെ ആണോ? ഓക്കെ. ദൈവാത്മാവ്, പരിശുദ്ധാത്മാവിനെ പറ്റി ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കാനുള്ള കാരണം, കഴിഞ്ഞ ഡിസംബറിൽ കുറച്ച് ദിവസം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ ദൈവം ഒരു അവസരം തന്നു. ആ സമയത്ത് ദൈവാത്മാവ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കണമെന്നൊരു പ്രത്യേക ഗൈഡൻസ് എനിക്ക് തന്നു. അതനുസരിച്ച് ഞാൻ കുറച്ച് ദിവസം പഠിക്കുകയും ഉപവാസ പ്രാർത്ഥനയിൽ ഈ വിഷയത്തെ പറ്റി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ദൈവം കുറെ വാതിലുകൾ തുറന്നു. അനേക ഇടങ്ങളിൽ ഇത് പഠിപ്പിക്കാൻ ദൈവം കൃപ ചെയ്തു. മറ്റൊന്നും കൊണ്ട് പറയല്ല, ഈ ടോപ്പിക്ക് പഠിപ്പിച്ചെടുത്തൊക്കെ ആൾക്കാരുടെ ലൈഫിൽ ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായത് ഞാൻ കണ്ടു. ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ. ഞാനിത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ ഗൗരവത്തോടെ ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് പറയാതെ, ഞാൻ എന്നിട്ട് വലുതാക്കി പറയല്ല. ഒന്ന്, വചനത്തിന്റെ വെളിപ്പാട് ദൈവം അങ്ങനെ ഒരു ഗിഫ്റ്റ് എനിക്ക് തന്നിട്ടുണ്ട്. ഒന്ന്. രണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഈ ഡൽഹിയിലെ ഹിന്ദിയിൽ ഞാനിപ്പോൾ ഡൽഹിയിൽ നിന്നാണ്, ഹിന്ദിയിൽ കുറെ ആൾക്കാരുടെ ഇടയിൽ ഞങ്ങളിങ്ങനെ കുറച്ച് ഇപ്പം പലയിടങ്ങളിൽ സംസാരിച്ചു. അതിനകത്ത് ഒരിടത്ത് ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾ പറയാം. മെത്തോഡിസ്റ്റ് ചർച്ചിലോ CSI ചർച്ചിലോ പോകുന്ന ഒരു സഹോദരി എൻ്റെ ക്ലാസ്സിൽ ഇങ്ങനെ പങ്കെടുക്കുകയുണ്ടായി. അവര് പരിശുദ്ധാത്മാവിനെ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് അവർക്ക് ലൈഫിൽ അറിയത്തില്ലായിരുന്നു. അവരെന്നോട് പറഞ്ഞ സാക്ഷി ഇതാണ്: കഴിഞ്ഞ 30 വർഷമായിട്ട് ഞാൻ വിശ്വാസിയാണ്, ക്രിസ്തീയ കുടുംബത്തിലുള്ള ആളാണ്. പക്ഷെ പരിശുദ്ധാത്മാവിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്, പരിശുദ്ധാത്മാവിന്റെ അനുഭവം എന്താണെന്ന് കഴിഞ്ഞ 30 വർഷമായിട്ട് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. എനിക്കും തുടക്കമുള്ള ഒരു 6-7 ദിവസത്തെ ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിനകത്ത് തുടക്കമൊക്കെ പുള്ളിക്കാരി ഇങ്ങനെ ഡ്രൈ ആയിട്ടിരുന്ന് വന്നാൽ നല്ല കാര്യമായിട്ടിരുന്ന് പഠിക്കുകയും ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവുമായിട്ട് കണക്ഷൻ ഇല്ലെന്നുള്ളത് എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷേ ആ മീറ്റിങ്ങിന്റെ ഇടയ്ക്ക് എന്നോ ഒരു ദിവസം ആ സഹോദരി ദൈവത്തോട്ട് നമുക്കിപ്പം വാവിട്ട് ദൈവത്തിന്റെ എഴുതി ക്ലാസ്സിന്റെ ഇടയിൽ നിന്ന് കരയുന്നതാണ്. ദൈവത്തിന്റെ സാന്നിധ്യം ഒരു മനുഷ്യനെ തൊട്ടാൽ, ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യത്തെ അറിയാൻ നമുക്ക് പറ്റിയാൽ, അത് ലോകത്തിലേക്കും വെച്ച് നമുക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിലൊന്ന്. ഞാൻ അങ്ങനെ അതിനെ കാണുക. ഓക്കെ, ഞാൻ ആ ഭാഗം തന്നെ പറഞ്ഞു തുടങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചിന്തിക്കാൻ പോവുക. നിങ്ങളുടെ കയ്യിൽ നോട്ട്ബുക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, എഴുതാനോ നോട്ട് ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ മാത്രമേ കിട്ടത്തുള്ളൂ. നോട്ട്സ് എഴുതിയാൽ പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ടൊക്കെ നിങ്ങൾക്ക് പറ്റും. അത് പറയാനുള്ള കാരണം, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് നമുക്ക് നിത്യതയിൽ എത്തുന്നത് വരെ ആവശ്യമുള്ള കാര്യമാണ്. നിത്യതയിൽ നമ്മൾ എത്തുന്നത് വരെ, അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് വരെ, അല്ലെങ്കിൽ നമ്മുടെ മരണം വരെ നമുക്ക് ആവശ്യമുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. സോ ഈ പരിശുദ്ധാത്മാവിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ നമുക്ക് ഇന്ന് രാത്രി ചിന്തിക്കാൻ സഹായിക്കട്ടെ. 1.5 മണിക്കൂറാണ് നമ്മുടെ മുമ്പിലുള്ളത്. സോ ഞാനിത് കഴിഞ്ഞ ചില ഇടങ്ങളിലൊക്കെ ക്ലാസ് കഴിഞ്ഞ ദിവസം കേരളത്തിൽ തന്നെ മലയാളത്തിൽ ഒരു ക്ലാസ് എടുത്തിട്ട് ഹിന്ദിയിൽ 15 മണിക്കൂർ എടുത്ത ക്ലാസ്സാണ്. സോ 15 മണിക്കൂർ കൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ തന്നിട്ടുണ്ട്. 1.5 മണിക്കൂർ കൊണ്ട് പറയാൻ പറ്റുന്ന അത്രയും ഞാൻ പറയാം. ബാക്കിയുള്ളത് പിന്നീട് ദൈവം സഹായിക്കുന്ന പക്ഷം നമുക്ക് ചിന്തിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്കറിയാം, ലോകത്തിൽ വെച്ച് ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമുക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയ ഗിഫ്റ്റ്
ഈ ലോകത്തിൽ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ, ദൈവമായിട്ട് ബന്ധമുള്ള വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് ഈ ലോകത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഗിഫ്റ്റാണ് പരിശുദ്ധാത്മാവ്. അതിന്റെ ഗൗരവത്തിൽ നമ്മൾ ഈ കാര്യം കാണുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഈ ലോകത്തിൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിന്റെ കാര്യങ്ങളും നമുക്ക് വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റത്തില്ല. പക്ഷെ അത് വിലയില്ലാത്തതല്ല. നമുക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ തന്നത് ഫ്രീ ആയിട്ട്. ഈ മനുഷ്യന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളെ നമ്മൾ വാല്യൂ ചെയ്യാറില്ല. നമ്മൾ അതിന്റെ വലിയ ഗൗരവത്തോടെ കാണാറില്ല. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. നമുക്ക് വെള്ളം, അല്ലെ, വെള്ളം ഫ്രീയാ, നമ്മുടെ പ്രപഞ്ചത്തിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം. പക്ഷെ നമ്മൾ അതിന് വേണ്ട രീതിയിൽ ഗൗരവത്തോടെ നമ്മൾ അതിനെ പലപ്പോഴും കാണാറില്ല. അതുപോലെ വായു, വെള്ളമില്ലാതെ മനുഷ്യൻ ജീവിക്കാൻ പറ്റത്തില്ല, അല്ലെ, പക്ഷെ നമ്മൾ അത്രയും വാല്യൂ അതിന് കൊടുക്കാറില്ല. പിന്നെ ഇല്ലാതൊക്കെ വരുമ്പോഴാണ് അതിന്റെ വില നമുക്ക് മനസ്സിലാത്തുള്ളൂ. അതുപോലെ വായു എന്നൊക്കെ പറയുന്നത് എത്ര വിലപ്പെട്ട സാധനമാണ്, പക്ഷെ അത് ഫ്രീയാണ്. അത് ശ്വസിക്കാൻ പറ്റാതെ വരുമ്പോഴേ നമുക്ക് അതിന്റെ വാല്യൂ മനസ്സിലാത്തുള്ളൂ. അതുപോലെ സ്നേഹമൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം, അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന സാധനം. അതിന്റെയൊക്കെ വില നമുക്ക് എപ്പോഴും മനസ്സിലാവുന്നത് ഒറ്റപ്പെടുമ്പോഴേ അതിന്റെ വില മനസ്സിലാക്കുന്നു. ഇതുപോലെ ഒത്തിരി സംഗതികളുണ്ട് ദൈവ പ്രപഞ്ചത്തിൽ. സൂര്യപ്രകാശമൊക്കെ നമുക്ക് സ്ഥിരം കിട്ടുന്നത് കൊണ്ട് ഇതിന്റെ വിലയൊന്നും നമുക്കറിയത്തില്ല. 10 ദിവസം മുറിക്കകത്ത് കയറി സൂര്യപ്രകാശം ഇല്ലാതെന്ന് അറിഞ്ഞ് ഇരുന്ന് നോക്കി, അപ്പൊ ശരീരം വിളറാൻ തുടങ്ങും, അല്ലേ? വിറ്റമിൻ ഡി സൂര്യനിൽ നിന്നാണ് കിട്ടുന്നത്. അതൊക്കെ ഇങ്ങനെ നിരന്തരം കിട്ടുന്നത് കൊണ്ടൊന്നും നമ്മൾ ഇതിന്റെ വാല്യൂ മനസ്സിലാക്കുന്നില്ല. സോ ഇതുപോലെ തന്നെയാണ് ദൈവിക കാര്യങ്ങളും. ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങൾ, ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യമാണ്. ഈ ഫ്രീ ആയിട്ട് കിട്ടുന്നത് കൊണ്ട് നമ്മൾ പലപ്പോഴും അതിന്റെ കൊടുക്കേണ്ട വാല്യൂ പലപ്പോഴും കൊടുക്കാറില്ല. ദൈവമക്കളെ, ഇന്ന് രാത്രി എനിക്ക് നിങ്ങളെ പ്രബോധിപ്പിക്കാനുള്ള ആദ്യത്തെ കാര്യം, നമ്മുടെ ലൈഫിൽ ഏറ്റവും അധികം നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനെ ആയിരിക്കട്ടെ. ഏറ്റവും അധികം നമ്മൾ ആദരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ ആകട്ടെ. ഏറ്റവും അധികം നമ്മൾ കേൾക്കുന്നത്, അനുസരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ ആകട്ടെ. കാരണം പരിശുദ്ധാത്മാവിന് അത്രയേറെ വാല്യൂ ഉണ്ട്, അത്രയേറെ മഹത്വമുണ്ട്. ഈ പരിശുദ്ധാത്മാവ് ഇല്ലാതിരുന്നാലേ നമ്മൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. ഇപ്പം ഒരുപക്ഷെ അത് മനസ്സിലായെന്ന് വരത്തില്ല. കർത്താവിന്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാവും. നമ്മളെ നിത്യതയിൽ എത്തിക്കുന്നത് വരെ പരിശുദ്ധാത്മാവിന്റെ ഡ്യൂട്ടി ഉണ്ട് നമ്മളോടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിൽ. ഈ പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധമില്ലാതെ എങ്ങനെ ജീവിക്കാന്ന് വിചാരിച്ചു? കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ഇപ്പൊ കർത്താവിന്റെ കാഹളനാദം കേൾക്കുമ്പോൾ അത് നമ്മുടെ അകത്തെ ആത്മാവാണ് കേൾക്കുന്നത്. ആ ആത്മാവാണ് നമ്മൾ അതിനെ പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മുടെ അകത്തുള്ള ആത്മസാന്നിധ്യമാണ് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്നത്. കർത്താവിന്റെ വരവിൽ ചുമ്മാ കയറി പോകാൻ പറ്റത്തില്ല. നമ്മുടെ അകത്ത് ട്രാൻസ്ഫോർമേഷൻ നടക്കണം. ഈ ബോഡി ട്രാൻസ്ഫോം ആകണം. അപ്പോഴേ നമുക്ക് കർത്താവിന്റെ കാഹളനാദം കേൾക്കുമ്പോൾ കയറി പോകാൻ പറ്റത്തുള്ളൂ. സോ ഈ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ നടത്തുന്ന ആരാ? ഇതൊക്കെ പരിശുദ്ധാത്മാവാണ് നടത്തുന്നത്. സോ ആ മൊമെന്റിന് വേണ്ടി നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ആ കാത്തിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവുമായിട്ടൊരു ബന്ധമില്ലെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. സോ അതാണ് ഈ ലോകത്തിലെ ആൾക്കാരും നമ്മളും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത്. സോ ഇന്ന് രാത്രി എന്റെ ആദ്യത്തെ പ്രബോധനം ഇത്രയും മാത്രമേ ഉള്ളൂ. പരിശുദ്ധാത്മാവുമായിട്ട് ഇന്ന് രാത്രി ഈ മീറ്റിംഗ് തീർന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരു അസാധാരണമായ ബന്ധം, നമുക്ക് ഇതുവരെ ലൈഫിൽ ഇല്ലാതിരുന്ന ഒരു വലിയ ബന്ധം പരിശുദ്ധാത്മാവുമായിട്ട് നമുക്ക് ഉണ്ടാവണം. അതിന്റെ ആവശ്യകത ഒക്കെ നമുക്കറിയാം. നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കാം. സോ ഒന്നാമത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ, എനിക്ക് പരിശുദ്ധാത്മാവുമായിട്ടൊരു വലിയ ബന്ധം ഉണ്ടാവണം. ഒരു പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. സോ ആദ്യമായിട്ടൊരു വാക്യം ഒന്ന് വായിച്ച് നമുക്ക് തുടങ്ങാം. നമ്മള് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ മനുഷ്യന് പൈസ ആവശ്യമുണ്ട്, ആരോഗ്യം ആവശ്യമുണ്ട്, സൗഖ്യം ആവശ്യമുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ ഇതിനു വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിച്ച് സമയം ചെലവഴിക്കുന്നവരാണ്. നമ്മുടെ വചനത്തിനകത്ത് തന്നെ ഉണ്ട്, ഒരുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് ബൈബിളിലുണ്ട്. സോ നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പൊതുവെ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ ഒരു ലിസ്റ്റ് ഇങ്ങോട്ട് എടുത്താൽ, ഇപ്പൊ നിങ്ങൾക്ക് പ്രാർത്ഥന ഡയറി ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഡയറി ഒന്ന് എടുത്തു നോക്കി. അതിനകത്ത് പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ വീട്, എൻ്റെ ഭാര്യ, എൻ്റെ അച്ചായൻ, എൻ്റെ മക്കള്, അവരുടെ വിസ, പിന്നെ ഞങ്ങളുടെ ഒരു വീട്, പിന്നെ നല്ലൊരു വണ്ടി, ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ സാധാരണ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ. നമ്മുടെ ഡയറിക്കകത്ത് ഈ ഭാരതത്തിൽ ഇത്രയും വലിയ അരാജകത്വം നടന്നുകൊണ്ടിരിക്കുക. എത്രയോ പാസ്റ്റർമാര് ജയിലിൽ കിടക്കുന്നുണ്ട്. അവരുടെ ഭാര്യമാര് പട്ടിണി കിടക്കാൻ നോർത്ത് ഇന്ത്യയിൽ. ഇതിനുവേണ്ടി ഒന്നും ഈ ലിസ്റ്റ് ഒന്നും നമ്മുടെ ഡയറി കാണത്തില്ല. നമ്മുടെ പ്രൈം മിനിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളതൊന്നും നമ്മുടെ ഡയറി കാണത്തില്ല. നമ്മുടെ ഡയറിയിലുള്ളത്
എന്റെ സുഭിക്ഷമായ ജീവിതം, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രാർത്ഥനാ വിഷയങ്ങളായിരിക്കും നമ്മുടെ പ്രാർത്ഥന ഡയറിക്കകത്ത് ഉണ്ടാവുന്നത്. സോ അതൊരു തെറ്റല്ല, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പക്ഷേ അത് വിളിച്ചു പറയുന്നത് നമ്മുടെ പ്രയോറിറ്റി എന്തുവാണെന്ന്. ഓക്കെ, ഞാൻ ഒരു പ്രാർത്ഥനാ വിഷയം നിങ്ങളോട് പറയാം. ഇന്ന് തൊട്ട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഒന്ന് ചേഞ്ച് ചെയ്യണം. ഓക്കെ, അല്പം അരോചകമായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ബൈബിൾ പറയുന്നതല്ലേ, നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. വായിച്ചാട്ടെ ലൂക്കോസിന്റെ സുവിശേഷം. ഈ വാക്യം എല്ലാവരും വായിക്കണേ. എന്നിട്ട് ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഈ ലെവലിലൊന്ന് നമ്മൾ മാറ്റി പിടിച്ചാൽ നല്ലതായിരിക്കും. കർത്താവിന് നമ്മളോട് ഒരു പ്രസാദം ഉണ്ടാവും. സോ നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരിക. ഞാൻ വേറൊരു ഭാഗം പറഞ്ഞു തുടങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചത്, പക്ഷേ ദൈവാത്മാവിനോട് ഇത് പറയാൻ പറയുന്നു. അതുകൊണ്ട് ഞാൻ ഈ വേദഭാഗത്തിലേക്ക് വരിക. അവിടെ വന്നിട്ട് നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം, അതിന്റെ 9 തൊട്ടുള്ള വാക്യങ്ങൾ, 9 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വാക്യമാണ്. അതിന്റെ ഒരു റിയൽ മീനിങ് എന്താണെന്ന് നമ്മളൊന്ന് ചിന്തിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ അതിന്റെ ലാസ്റ്റ് ചിന്തിക്കാൻ പോകുന്ന കാര്യം, എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കാൻ പോവാം. 9-ാം വാക്യം ഇങ്ങനെ പറയുന്നു, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്നവന് ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ല മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. യേശു തന്നെ പറയുന്ന ഒരു ഭാഗമാണിത്. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ഇത് തന്നെ സംഭവം അവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് വേറൊരു വ്യത്യാസമുണ്ട്. ആ ഭാഗത്തിലേക്ക് നമ്മൾ പിന്നീട് വരാൻ പോവാം. ഇവിടെ നമ്മൾ 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, മുട്ടുവിൻ എന്നാൽ തുറക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. ഈ 3 കാര്യങ്ങൾ അവിടെ പറയുന്നത്. സോ ഇനി നിങ്ങളൊന്ന് ആലോചിക്കുക, മൊത്തം വാക്യം കൂടെ ഒന്ന് ചിന്തിച്ചിട്ട് അതിനെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ചിന്തിച്ച്, എന്ത് യാചിക്കാനാണ് കർത്താവ് പറയുന്നത്? എന്ത് അപേക്ഷിക്കാനാണ് കർത്താവ് പറയുന്നത്? എന്ത് മുട്ടാനാണ് കർത്താവ് പറയുന്നത്? ലാസ്റ്റ് 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ തന്നോട് യാചിക്കുന്ന പിതാവ് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. അപ്പൊ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആ ടോപ്പിക് അവിടെ പറയുന്നത് നമ്മൾ വളരെ പ്രസംഗിച്ച് കേട്ടിട്ടുള്ളൊരു വാക്യമാണ്. പക്ഷേ എന്ത് യാചിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ കേട്ടിട്ടുള്ളത്? നമ്മൾ യാചിപ്പീൻ എന്ന് ഈ വാക്യം കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പൈസയാണ്, അല്ലെ ഭൗതിക കാര്യങ്ങളാണ്. ആരൊക്കെയോ വന്ന് പ്രസംഗിച്ച് നമ്മളെ ആ പരുവത്തിലാക്കി വെച്ചേക്കുക. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ വാക്യം നമുക്ക് ഓർമ്മ വരും. പക്ഷെ കർത്താവ് പൈസയെക്കുറിച്ചല്ല അവിടെ പറയുന്നത്, ഭൗതിക കാര്യങ്ങളെ കുറിച്ചല്ല അവിടെ പറയുന്നത്. നമ്മുടെ ഒരു വലിയ തെറ്റിദ്ധാരണയാണ്, അല്ലെങ്കിൽ എങ്ങനെയോ ഈ തെറ്റിദ്ധാരണ നമ്മുടെ അകത്ത് കയറി. ഇവിടെ എന്തിനു വേണ്ടി യാചിക്കണമെന്നാണ് കർത്താവ് പറയുന്നത്? എന്തിനു വേണ്ടി മുട്ടണമെന്നാണ് കർത്താവ് പറയുന്നത്? എന്തിനു വേണ്ടി യാചിക്കണം, എന്തിനു വേണ്ടി അന്വേഷിക്കണം എന്നാണ് കർത്താവ് പറയുന്നത്? പരിശുദ്ധാത്മാവിന് വേണ്ടി യാചിക്കണമെന്ന്, പരിശുദ്ധാത്മാവിന് വേണ്ടി അപേക്ഷിക്കണമെന്ന്. എന്നിട്ട് ക്ലിയർ ആയിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ പറയുക. നിങ്ങളിൽ ഒരു മകൻ അപ്പം ചോദിച്ചാൽ അപ്പത്തിന് പകരം കല്ല് നിങ്ങൾ ആരും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിനെ ചോദിച്ചാൽ പരിശുദ്ധാത്മാവിനെ തന്നെ തരാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണെന്നാണ് ആ വാക്യം പറയുന്നതിന്റെ അർത്ഥം. അപ്പൊ ഇന്ന് തൊട്ട് ഞാനൊരു കാര്യം വ്യക്തിപരമായിട്ട് പറഞ്ഞോട്ടെ, എന്നോട് വിരോധം വിചാരിക്കത്തില്ലെങ്കിൽ ഞാനൊരു കാര്യം തുറന്നു പറയാം. പെന്തക്കോസുകാരന്റെ പ്രാർത്ഥനാ ഡയറി വലിച്ചു കീറി കളയാമെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. കുറെ പ്രാർത്ഥനാ വിഷയം എഴുതി വെച്ചിരിക്കുന്ന ഡയറി ഉണ്ടല്ലോ, ഈ സാധനം വലിച്ചു കീറി കളഞ്ഞാൽ തന്നെ നമ്മൾ രക്ഷപ്പെടും. കാരണം നമ്മൾ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോഴേ ഈ ഡയറി തുറന്നു വെക്കും. എന്നിട്ട് ഈ ലിസ്റ്റ്, ചിലർക്ക് ഡയറി എഴുതി വെച്ചിട്ടില്ല, മനസ്സിലാ, ഈ ഡയറിയാ ആദ്യം തൊട്ട് എന്റെ അപ്പനെ അനുഗ്രഹിക്കണം, അമ്മയെ അനുഗ്രഹിക്കണം. കർത്താവിന്റെ വചനം പറയുന്നു, ഭൂലോകത്തിലുള്ള സകല വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, അതൊന്നും നമുക്ക് വിഷയമല്ല. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിപ്പിൻ, അതൊന്നും വിഷയമല്ല. പിന്നീട് എപ്പോഴും ഞാനത് സംസാരിക്കാം. ഈ പ്രാർത്ഥന എന്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളത് വേറൊരു ടോപ്പിക്ക്. നമ്മൾ അതിനെക്കുറിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ നമുക്ക് സമയം കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അവിടെ കർത്താവ് പറഞ്ഞു ഓർക്കുന്നുണ്ടോ, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിപ്പീൻ. കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോഴും അത് തന്നെ പറഞ്ഞു, ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. നമ്മളെല്ലാം പരാജയപ്പെട്ടു പോകുന്ന എവിടാ?
ഈ ഡെയിലി വരുന്ന പരീക്ഷയ്ക്കകത്ത് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്, ശത്രുവിന്റെ മുമ്പിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്ന അവിടെ. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഇങ്ങനെയുള്ള കുറെ ടോപ്പിക്കുകളുണ്ട്. നമുക്ക് പിന്നീട് ഒരിക്കലും അതിനെ കുറിച്ച് ചിന്തിക്കാം. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക, ടെംപ്ടേഷനകത്തുനിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കുക, സകല വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇങ്ങനെ കുറെ പ്രാർത്ഥനാ വിഷയങ്ങൾ ബൈബിളിലുണ്ട്. ഇനി പൗലോസിന്റെ ലേഖനങ്ങളിലേക്ക് വന്നാൽ പൗലോസ് പറയുന്നുണ്ട്, അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുക. പക്ഷെ എന്തോ എന്നറിയത്തില്ല, അബദ്ധവശാൽ നമ്മുടെ ഡയറിയിൽ ഈ പ്രാർത്ഥനാ വിഷയങ്ങളൊന്നുമില്ല. നമ്മുടെ ഡയറിയിലുള്ളത് വിസ, വീട്, വണ്ടി, ഇതെല്ലാം വിയെ തുടങ്ങുന്ന സാധനങ്ങളാണ് നമ്മുടെ വീട്ടിലുള്ളത്, അല്ലെ? നമുക്ക് ഇതിനകത്തൊന്നും ഒരു മാനസാന്തരം, ഇവിടെയാണ് നമുക്കൊരു മാനസാന്തരം വേണ്ടത്. ഇന്ന് രാത്രി ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞത് അങ്ങ് വിട്ടേര്. നിങ്ങൾ ബൈബിൾ വായിച്ചു നോക്കിയിട്ട് ഈ വാക്യത്തിന്റെ അർത്ഥം അതാണെങ്കിൽ, ഞാൻ ആ വാക്യം നിങ്ങൾക്ക് കാണിച്ചു തന്നെന്ന് മാത്രമേ ഉള്ളൂ, എന്റെ വിശദീകരണമൊന്നും അല്ല പറഞ്ഞത്. വചനത്തിനകത്ത് വളരെ സ്പഷ്ടമായിട്ട് എഴുതിയേക്കും. എന്റെ പ്രസംഗത്തിന്റെ മിക്കവാറും ഭാഗങ്ങളിലൊക്കെ ഞാൻ എന്റെ എക്സ്പ്ലനേഷൻ ഒന്നും പറയാറില്ല. വചനം എന്ത് പറയുന്നു അത് പറഞ്ഞു തരിക. നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഈ വചനത്തെ പരിശുദ്ധാത്മാവിനെ വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഈ വചനം പറയുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി തൊട്ട് പ്രാർത്ഥനയുടെ സ്റ്റൈൽ മാറ്റി ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്ക് വണ്ടി കിട്ടിയില്ലെങ്കിലും ആത്മാവ് ഉണ്ടെങ്കിൽ എന്തോ വേണ്ടിയത് നമുക്ക്. പിന്നെ ഫിലിപ്പോസിനോട് ചോദിച്ചാൽ പറയും, ആത്മാവ് ഉണ്ടെങ്കിൽ വണ്ടി ഇല്ലെങ്കിൽ എന്നെ എടുത്തോണ്ട് പോകും പരിശുദ്ധാത്മാവ്, അല്ലേ? അങ്ങനെയൊക്കെ വിശ്വാസിക്കാൻ നമുക്ക് പറ്റട്ടെ. അങ്ങനെയൊക്കെ ഒരു നമ്മുടെ വിശ്വാസത്തിന്റെ ലെവല് വർദ്ധിക്കാൻ പറ്റട്ടെ നമുക്ക്. ഇന്ന് രാത്രി നിങ്ങളുടെ ആത്മറലത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഒരു വലിയ ചേഞ്ചസ് കൊണ്ടുവരാൻ പോവാ. പ്രൈസ് ഗോഡ്. വിശ്വാസം ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരോടൊക്കെ വീഡിയോ ഒന്ന് ഓൺ ചെയ്തേ. നിങ്ങളോട് നേരിട്ട് മുഖത്ത് നോക്കി എനിക്ക് കാര്യമൊക്കെ പറഞ്ഞിട്ട് പോകാൻ താല്പര്യമുണ്ട്. അടുത്ത പ്രാവശ്യം വിളിച്ചാലും വിളിച്ചില്ലേലും ഈ കാര്യമൊക്കെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് നമുക്ക് ഇതൊക്കെ ഇന്ന് രാത്രി ഒരു വലിയ ചേഞ്ച് നമ്മുടെ അകത്ത് വരട്ടെ. ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. എന്നോട് പിണക്കം വിചാരിക്കില്ലേ. ഞാൻ അല്പം വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. എന്നോട് വിഷമം വിചാരിക്കല്ലേ. ഞാൻ ഇപ്പം തുറന്നങ്ങ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക. നമ്മുടെ പെന്തക്കോസ്തിൽ ഇന്ന് പറ്റിയിരിക്കുന്ന ഒരു വലിയ അപജയം എന്തോന്നറിയാം? ഈ പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ അതിന്റെ കോൺസെപ്റ്റ് നമുക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല. നിങ്ങൾ ചെവി തുറന്ന കാര്യം കേട്ടോ. തെറ്റാണെങ്കിൽ എന്നോട് പറഞ്ഞു തരണം. പക്ഷേ അങ്ങനെയല്ല, സംഗതി ഇങ്ങനെയാണെന്ന് എന്നോട് പറഞ്ഞു തരണം. പഴയ നിയമത്തിന്റെ പുതിയ നിയമത്തിന്റെ കോൺസെപ്റ്റ് നമുക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. അതിന് ഒരു തെളിവ് ഞാൻ പറയാം. പഴയ നിയമത്തിൽ യഹൂദന്മാരോട് ഉള്ള ബന്ധത്തിൽ, ഡയറക്റ്റായിട്ടുള്ള ബന്ധത്തിലാണ് ദൈവം പഴയ നിയമത്തിലെ എഴുത്തുകളും പ്രവചനങ്ങളും മോശയുടെ ഗ്രന്ഥങ്ങളും മുഴുവൻ എഴുതിയിരിക്കുന്നത്. ഇതിനകത്തോ മൊത്തത്തിലുള്ള ആകെ തുകയെന്ന് പറഞ്ഞാൽ മെറ്റീരിയലാണ്, ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഭൗതികമായിട്ട് ഉദാഹരണം പറഞ്ഞാൽ, ദൈവം ഇസ്രായേലിനോട് പറഞ്ഞു, ഞാൻ നിന്നെ വലിയ ജാതിയാക്കും. അത് ലിറ്ററലി ആക്കുന്ന കാര്യത്തെ കുറിച്ചാണ്. ഇന്ന് യഹൂദൻ ലോകത്തിൽ ഏറ്റവും വലിയൊരു ജാതിയാണ്, സകല ജാതികൾക്കും മീതെ ഉന്നതനാക്കുമെന്ന് ആവർത്തന പുസ്തകം 28:1 കർത്താവ് പറഞ്ഞു. അതിന്ന് സംഭവിച്ചു. സോ ഒന്നത്. ഇനി പിന്നീട് നമ്മൾ പ്രവചനങ്ങളൊക്കെ വായിച്ചാലും പഴയ നിയമത്തിന്റെ ഏത് ഭാഗം നമ്മൾ എടുത്തു നോക്കിയാലും അവിടെ എല്ലാം കാണുന്ന ഒരു കാര്യം, യഹൂദന്മാരെ, ഇസ്രായേൽ ജനത്തെ ദൈവം രാജ്യത്തിന്റെ മുൻപിൽ വെക്കുന്നതും അല്ലെങ്കിൽ അവർക്ക് ഭൗതികമായ അനുഗ്രഹങ്ങൾ കൊടുക്കുന്നതിനെ കുറിച്ചുമാണ്. ശാരീരികമായിട്ട് നിന്നെ അനുഗ്രഹിക്കും, നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കും, നിനക്ക് ആരോഗ്യം തരും, അന്യജാതിക്ക് വരുത്തിയ രോഗങ്ങളൊന്നും നിനക്ക് വരുത്തത്തില്ല. ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് പഴയ നിയമം മൊത്തം വായിച്ചു നോക്കിയാൽ നമുക്ക് ആകെ തുകയായിട്ട് കിട്ടുന്നത് ഭൗതിക അനുഗ്രഹങ്ങളെ കുറിച്ചാണ്. അത് യഹൂദനുമായിട്ട് ഡയറക്ട്ലി കണക്റ്റഡാണ്. ഒരു കാര്യം കൂടെ ഇറങ്ങി ഞാൻ പറയാം, അത് സ്പിരിച്വലി നമ്മളുമായിട്ട് കണക്റ്റഡാണ്. സ്പിരിച്വലി ആത്മീകമായിട്ട് കണക്റ്റഡാണ്, പക്ഷെ ഡയറക്ട്ലി കണക്റ്റഡ് അല്ല. അത് നമ്മൾ മനസ്സിലാക്കുക. ഇനി പുതിയ നിയമത്തിന്റെ കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച്, പുതിയ നിയമത്തിൽ എവിടെയാണ് ഭൗതികമായ അനുഗ്രഹങ്ങളെ കുറിച്ച് സമൃദ്ധമായിട്ട് വിവരിച്ചിട്ടുള്ള ഭാഗങ്ങൾ എവിടെയൊക്കെയാണ് ഉള്ളത്? വളരെ ചുരുക്കം ഇടങ്ങളിൽ മാത്രമേ, പ്രത്യേകിച്ച് പൗലോസാണ് കൂടുതലും ഭൗതിക അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നത്. അത് വളരെ ചുരുക്കം ഭാഗങ്ങളിലുള്ളൂ. ഈ പുതിയ നിയമത്തിന്റെ കോൺസെപ്റ്റ് എന്തുവാ? പുതിയ നിയമത്തിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവുമായിട്ടുള്ള നമ്മുടെ ബന്ധവും നമ്മുടെ അകത്തെ ആത്മമനുഷ്യൻ ആത്മാവിൽ ബലപ്പെടുന്നതും നമ്മൾ നിത്യതയിലെത്തുന്നതുമാണ്. ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. പഴയ നിയമത്തിന്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ ഭൗതികമാണ് എന്ന് കണ്ട് പുതിയ നിയമത്തിലെ ആൾക്കാർക്ക് ഭൗതികം വേണ്ടെന്നല്ല അതിന്റെ അർത്ഥം. പുതിയ നിയമത്തിൽ കർത്താവ് പറയുന്നത് ഇതാണ്, നിങ്ങൾ മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. പഴയ നിയമത്തിൽ അത് പറഞ്ഞില്ല. പഴയ നിയമത്തിൽ അവരോട് പറഞ്ഞത് നിങ്ങളാണ് രാജ്യം. സോ നിങ്ങളെ രാജാക്കന്മാരുടെ മുമ്പിലും അന്യദേശക്കാരുടെ മുമ്പിലും ഇസ്രായേൽ നാട്ടിലും ഒക്കെ നിങ്ങളെ ഒരു ഉന്നത ജാതിയായിട്ട് അവിടെ വെക്കണം. നിങ്ങളെ കാണുന്നവർ യഹോവയായ ദൈവത്തെ മനസ്സിലാക്കണം. അത് ഭൗതികമാണ് മൊത്തം. പക്ഷെ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കാണുന്നത്, പൗലോസിന്റെ ലേഖനങ്ങൾ മുഴുവൻ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ആത്മാവിൽ ശക്തിയോടെ ബലപ്പെടാനും നമ്മുടെ അകത്തെ ആത്മമനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ ശക്തിയോടെ ബലപ്പെടാനും നമ്മുടെ അകത്ത് ആത്മിക വരങ്ങൾ ഉണ്ടാകാനും ആത്മിക ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റിനകത്തും ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റിനകത്തും നമ്മൾ ബലപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് പുതിയ നിയമത്തിന്റെ കോൺസെപ്റ്റ്.
ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കാൻ പറയാം. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യം നിങ്ങൾക്ക് കുറെ കൂടെ മനസ്സിലാവും. ന്യൂ ഇയറിനൊക്കെ നമ്മൾ ഞായറാഴ്ച എല്ലാ ന്യൂ ഇയറിന്റെയും രാത്രിയിൽ കൊടുക്കുന്ന വാക്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കി. ഞാനും പണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാ വാക്യങ്ങളും എന്തുവാ? ഈ ഇസ്രായേൽ ജനത്തിന് ദൈവം പഴയ നിയമത്തിൽ കൊടുത്ത ആ വാക്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ പുതിയ നിയമത്തിൽ അടിക്കുന്നത്. സത്യത്തിൽ നമ്മള് ബൈബിളുമായിട്ട് കോൺട്രഡിക്ടറി ബൈബിൾ പോകുന്ന രീതിയിലല്ല നമ്മൾ പോകുന്നത്. നമുക്ക് വേണ്ടിയത് വീടും വണ്ടിയും വള്ളമോ. നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട വാക്യങ്ങൾ തപ്പും. അതുമായിട്ട് ഇന്നത്തെ മിക്കവാറും പ്രസംഗങ്ങളൊക്കെ നോക്കിക്കൂ, ദൈവാത്മാവുമായിട്ടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. വേണ്ടിയത് നമുക്ക് അനുഗ്രഹം, വിസ സാങ്ഷൻ ആകണം, തടസ്സങ്ങൾ മാറണം, എനിക്കൊരു ജയകരമായ ജീവിതം നടത്തണം. വിജയകരമായ ജീവിതം എന്ന് ബൈബിൾ ഉദ്ദേശിക്കുന്നത് ആത്മാവിന്റെ അകത്തുള്ള ജയകരമായ ജീവിതമാണ്, അല്ലാതെ വീട്ടിൽ ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കുന്ന ഒരു ജീവിതമല്ല. സോ ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ച് നിങ്ങളോട് പറയണമെന്നുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ പറയാറില്ലേ, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ഇതെന്തോ ഈ വാക്യത്തിന്റെ അർത്ഥം? നമ്മളിപ്പോ വായിച്ചതുപോലെ നമ്മൾ ഇതിനെ തലതിരിച്ച പ്രസംഗിക്കുന്നതും കേൾക്കുന്നതും എല്ലാം. ആ വാക്യത്തിന്റെ തൊട്ട് മുകളിലുള്ള ഭാഗം വായിച്ചു നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും. പൗലോസ് പറയുന്നത് സമൃദ്ധിയിൽ ഇരിക്കാനും എനിക്കറിയാം, ഇല്ലായ്മയിൽ ഇരിക്കാനും എനിക്കറിയാം, ഇത് രണ്ടിനും എന്നെ ശക്തനാക്കുന്നത് കർത്താവാണെന്ന് പുള്ളി പറയുന്നത്, പൗലോസ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്ക് പട്ടിണി ഇരിക്കാൻ ഐ ക്യാൻ ഡു, അതാ പൗലോസ് പറയുന്നത്. നമ്മൾ എന്തോ പറയുന്നത്? എനിക്ക് അസാധ്യമായുള്ള കാര്യങ്ങൾ എന്റെ ദൈവത്താൽ സാധ്യമാകും. എന്തുവാ? നമ്മൾ ഇതിനെല്ലാം മെറ്റീരിയൽ ആയിട്ട് കണക്ട് ചെയ്യുക. എനിക്കൊരു വണ്ടി മേടിക്കാനില്ല, ഐ ക്യാൻ ഡു ഓൾ തിങ്സ്. എനിക്കൊരു വീട് വെക്കാൻ പൈസ ഇല്ല, ഐ ക്യാൻ ഡു ഓൾ തിങ്സ്. നമ്മൾ ഇതിനെല്ലാം മെറ്റീരിയലുമായിട്ട് കണക്ട് ചെയ്യുക. പക്ഷെ പൗലോസ് പറയുന്നത് പട്ടിണി ഇരിക്കാൻ ഐ ക്യാൻ ഡു, അത് ചെയ്യാൻ പറ്റുന്ന പൗലോസ് പറയും. സോ ഞാൻ പറഞ്ഞത് ഈ വാക്യങ്ങളെല്ലാം നമ്മളിങ്ങനെ പച്ച മലയാളത്തിൽ പറഞ്ഞ കോട്ടി മാറ്റി ഒരു പരിവാക്കി വെച്ചേക്കുക. നമ്മൾ ചില വെളിപ്പാടൊക്കെ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ കർത്താവ് തന്നെ വിചാരിക്കണം, ഞാൻ തന്നെ മനസ്സിൽ വിചാരിച്ചിട്ടില്ല എന്നാ വെളിപ്പാട്. സോ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ദൈവം എന്താഗ്രഹിക്കുന്നോ അത് നാം നമ്മുടെ ലൈഫിൽ ചെയ്താൽ അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമാണ്, ജീവിതത്തിന് നന്മയാണ്. ഓക്കെ, സോ അതിനകത്ത് ഒരു വേദഭാഗമാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇന്ന് രാത്രി തൊട്ട് പ്രാർത്ഥിക്കുക, എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളത് ഇന്ന് രാത്രി പറയാനുള്ള സമയം എന്റെ മുമ്പിലില്ല. പിന്നീട് ഒരിക്കൽ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം, പിന്നെ ദൈവം അവസരം തന്നാൽ. കാരണം അത് പറയാനുള്ള ഒറ്റ കാരണം ഇത്രയേ ഉള്ളൂ, പരിശുദ്ധാത്മാവിന് വലിയ വ്യാപ്തിയുണ്ട്. വ്യാപ്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാനും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റുന്നതിനൊക്കെ അപ്പുറത്ത് പരിശുദ്ധാത്മാവിന് വ്യാപ്തിയുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം 7:37 കർത്താവ് പരിശുദ്ധാത്മാവിനെ പകരുന്നതിനെ കുറിച്ച് ഒരു വാക്യം പറയുന്നുണ്ട്. ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അപ്പൊ പരിശുദ്ധാത്മാവിനെ കമ്പയർ ചെയ്തിരിക്കുന്നത് നദിയോടാ. നദിയിലെ വെള്ളത്തെ ആർക്കെങ്കിലും അളക്കാൻ പറ്റുമോ? ആർക്കും അളക്കാൻ പറ്റത്തില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് പ്ലൂറൽ ഫോമില, നദികൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഒരു നദിയിലെ വെള്ളം അളക്കാൻ പറ്റത്തില്ലെങ്കിൽ നദികളിലെ വെള്ളം അളക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ വചനം പറയുന്നത് പരിശുദ്ധാത്മാവിനെ അളക്കാൻ പറ്റത്തില്ല. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതിനും നമുക്ക് അളക്കാൻ പറ്റുന്നതിനും ഒക്കെ അപ്പുറത്താണ് പരിശുദ്ധാത്മാവിന്റെ വ്യാപ്തി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ നമ്മൾ എന്തുമാത്രം പ്രാപിച്ചിട്ടുണ്ട് പരിശുദ്ധാത്മാവിനെ? അന്യഭാഷ 2 പറയുന്നുണ്ട്, അത് സത്യമായ കാര്യമാണ്. ചിലപ്പോഴൊക്കെ ഒരു വെളിപ്പാട് കിട്ടാറുണ്ട്, ചിലപ്പോൾ അത് വെളിവുകേടും ആകാറുണ്ട്, അല്ലെ? സോ ഇതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്, സംഭവം ശരിയാ. പക്ഷെ ഇത്രയേ ഉള്ളോ പരിശുദ്ധാത്മാവിന്റെ വ്യാപ്തി? ഇത്രയേ ഉള്ളോ പരിശുദ്ധാത്മാവിന്റെ ലിമിറ്റ്? ഈ സകല പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ദൈവത്തിന്റെ ആത്മാവിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളോ? അല്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം, എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, എല്ലാ ദിവസവും പ്രാപിക്കണം പരിശുദ്ധാത്മാവിനെ. എല്ലാ ദിവസവും അടുത്ത ലെവലിലേക്ക്, അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക്, അടുത്ത ലെവലിലേക്ക് കയറണം പരിശുദ്ധാത്മാവിന്റെ ആ നിലവാരത്തിനകത്ത്. രാത്രി അങ്ങനെ പ്രാർത്ഥിക്കാൻ ആർക്കെങ്കിലും മനസ്സുണ്ടോ? അങ്ങനെ ദൈവാത്മാവുമായിട്ടൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ, അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്റെ പാസ്റ്ററെ അപ്പൊ എന്റെ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മ സാന്നിധ്യം നമ്മുടെ മേൽ നിറഞ്ഞു വ്യാപരിച്ചാൽ, ചെവി തുറന്ന് നിങ്ങൾ കേട്ടു, ബാക്കി എല്ലാ നന്മകളും അതിനകത്തുണ്ട്. ഈവൻ ചോദിച്ചില്ലെങ്കിൽ പോലും തരാൻ ദൈവം, നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂമിയിലെ യാത്ര. ഞാൻ ചോദിക്കട്ടെ, ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തത് മരുഭൂമിയില. അവർ ഒരിടത്ത് താമസിക്കുകയല്ല, കൃഷി ചെയ്ത് അതിന്റെ വരുമാനം കൊണ്ട് അല്ലെ അതിന്റെ നന്മ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ അവർ ഒരിടത്ത് താമസിക്കുകയല്ല, യാത്ര ചെയ്യുക. കൃഷി ചെയ്യാൻ സംവിധാനമില്ല, വെള്ളത്തിന് സംവിധാനമില്ല, ഫുഡിന് വസ്ത്രത്തിന് സംവിധാനമില്ല, ചെരുപ്പ് മേടിക്കാൻ സ്ഥലമില്ല, രോഗി വന്നാൽ ചികിത്സിക്കാൻ സംവിധാനമില്ല, ഒന്നുമില്ല. പക്ഷെ ഈ 40 വർഷം മരുഭൂമിയിലൂടെ ഇവരെങ്ങനെ ജീവിച്ച് മുൻപോട്ട് പോയത്? ഇവരുടെ ഭക്ഷണം എവിടുന്ന് കിട്ടി? ഇവർക്ക് കുടിക്കാനുള്ള വെള്ളം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു 30 ലക്ഷം ആളുകൾക്ക് ഒരു നേരം കുടിക്കണമെങ്കിൽ എത്ര ലിറ്റർ വെള്ളം വേണ്ടി വരും?
ഒരാൾ ഒരു 200 മില്ലി ലിറ്റർ വെള്ളം ഒരു നേരം ഒരാൾ കുടിച്ചാൽ, അന്നത്തെ ആൾക്കാരെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സൈസുള്ള ആൾക്കാരാ, ഈ 30 ലക്ഷം ആൾക്കാർക്ക് വേണ്ടി 200 മില്ലി വെള്ളം വെച്ചൊന്ന് കൂട്ടി നോക്കി എത്ര ടൺ വെള്ളം ഉണ്ടായാൽ പറ്റും? ഇതൊക്കെ എവിടുന്നാ കിട്ടിയത്? ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് നിന്ന് ആലോചിച്ച് നോക്കി, ഇവരുടെ ലഞ്ച് ആലോചിച്ച് നോക്കി, ഇവർക്ക് ഈ ഭക്ഷണമൊക്കെ എവിടുന്ന കിട്ടിയേ? ഇവരങ്ങോട്ട് പോകുന്ന സമയത്ത് രാക്ഷസ ജാതികൾ 33 നിരന്നു നിൽക്കുക, ഇവരെ യാത്രയിൽ തടയാനും വഴിയിൽ പ്രശ്നം ഉണ്ടാക്കാനും. ഇവരെയൊക്കെ എങ്ങനെ ഇവർ ജയിച്ചത്? ഇവരുടെ കയ്യിൽ എന്തുകൊണ്ട് അഡ്വാൻസ്ഡ് ആയുധങ്ങളുണ്ടോ? കാൽനടയായിട്ട് പോയ ഈ ജനം ഇതിനെയൊക്കെ എങ്ങനെ ഓവർകം ചെയ്തത്? രാത്രി ആത്മാവിൽ ഞാൻ ദൂത് വിളിച്ച് പറയാം, മരുഭൂമി യാത്രയിൽ ഈ ജനത്തിന് വേണ്ടതെല്ലാം കരുതി കൊടുത്തത് അവരുടെ മീതെ പോയ ദൈവസാന്നിധ്യമാണ്. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ജീവിതത്തെക്കുറിച്ച് എന്റെ കാര്യം എന്താകുമെന്ന് ഭാരത്തോടെ ഇരിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങളെ കൈക്ക് പിടിച്ചിറക്കിയ ദൈവത്തിന് അറിയാം നിങ്ങൾക്ക് വഴിയിൽ എന്തോ വേണമെന്ന്. പ്രൈസ് ഗോഡ്. ഒറ്റ കാര്യം ചെയ്താൽ മതി. ഭക്ഷണത്തിന് വേണ്ടി ഞാൻ ചോദിക്കട്ടെ, ഇസ്രായേൽ ജനം എവിടെയും കർത്താവേ ഇന്ന് ഞങ്ങൾക്ക് വേണ്ട ആഹാരം തരണമെന്ന് പ്രാർത്ഥിച്ചോ? കർത്താവ് ഇന്ന് ഞങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം തരണമെന്ന് പ്രാർത്ഥിച്ചോ? ഞങ്ങളെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണമെന്ന് ഇസ്രായേൽ ജനം എവിടെയെങ്കിലും പ്രാർത്ഥിച്ചോ? എങ്ങും പ്രാർത്ഥിച്ചില്ല. പക്ഷെ ദൈവം ഒരു അത്ഭുതകരമായി പരിപാലിച്ചു. ആ ദൈവം തന്നെ എന്റെ ദൈവം എന്ന് രാത്രി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിങ്ങളുടെ കൂടെ നടക്കുന്ന, ഞാൻ കൺക്ലൂഷനിലേക്ക് വരിക, നമ്മുടെ കൂടെ നടക്കുന്ന ദൈവ സാന്നിധ്യത്തിനകത്ത് നമുക്ക് വേണ്ടിയ ഭക്ഷണമുണ്ട്, നമുക്ക് വേണ്ടിയ എല്ലാ സംഭവവും. ഒന്നും ഞാൻ പ്രത്യേകിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നമ്മുടെ കൂടെ നടക്കുന്ന ദൈവ സാന്നിധ്യത്തിനകത്തുണ്ട്. സോ ഇന്ന് രാത്രി നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്നറിയാം? ഈ സാന്നിധ്യത്തെ എത്രമാത്രം പ്രാപിക്കാൻ പറ്റുമോ അത്രമാത്രം പ്രാപിക്കണം. ഒരു നഗ്ന സത്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ ആരും വിധിക്കുകയല്ല എങ്കിൽ പോലും പൊതുവെ എന്നെടുത്ത് നോക്കി, ഇന്നത്തെ ആത്മലോകത്തിനകത്ത് ദൈവാത്മാവുമായിട്ട് നല്ല ബന്ധമുള്ള എത്ര പേരുണ്ട്? നല്ല ബന്ധം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം എന്നറിയാം? ഇപ്പൊ നമ്മളൊരു സാധനം മേടിക്കാൻ പോകുന്നു, നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുന്നു, പരിശുദ്ധാത്മാവിനോട് ചോദിച്ചിട്ട് ആലോചന പ്രാപിച്ചിട്ട് ചെയ്യുന്ന ലെവൽ, അതാണ് ദൈവമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. ഇനി പരിശുദ്ധാത്മാവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാതിരിക്കുക. പരിശുദ്ധാത്മാവിന്റെ ആലോചനയിൽ, പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ, കണക്ഷനിൽ എപ്പോഴും പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന ഇങ്ങനൊരു ആത്മനിലവാരത്തിൽ, ഇതാ ദൈവം ആഗ്രഹിക്കുന്നത്. ഈ നിലവാരത്തിൽ ജീവിക്കുന്ന എത്ര വിശ്വാസികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്? നമ്മളാരെയും ജഡ്ജ് ചെയ്യല്ല, ഒരു റിയാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ദൈവമക്കളെ, ഇവിടെ നമ്മൾ ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടേ പറ്റൂ. ഇന്ന് രാത്രി ആ കർത്താവുമായിട്ട് പിരിയാത്തൊരു വലിയ ബന്ധം നമ്മുടെ അകത്തുണ്ടാവട്ടെ. അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവ് എനിക്ക് വണ്ടി കിട്ടിയില്ലേ? ഞാൻ എന്റെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് ദാവീദിന്റെ ഒരു പ്രാർത്ഥന നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 50-ാം സങ്കീർത്തനത്തിൽ 50-ലാണോ 51-ലാണോ ദാവീദ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ, എന്റെ ദൈവമേ നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുതേ. പഴയ നിയമകാലത്ത് ദാവീദ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. അന്ന് ആത്മാവ് വന്നും പോയി നിൽക്കുന്ന കാലമാണ്. പക്ഷെ ആത്മാവിൽ പുതിയ നിയമ വെളിപ്പാടിൽ ദാവീദ് അന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, ദൈവമേ നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയല്ല, നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുത്. വേറെ എങ്ങും ദാവീദ് പ്രാർത്ഥിച്ചിട്ടില്ല, ദൈവമേ നീ എന്റെ സിംഹാസനത്തെ എടുത്തു കളയല്ല, എന്നെ ഉയർത്തണം, എന്നെ വലുതാക്കണം, ഒന്നും ദാവീദ് എങ്ങും പ്രാർത്ഥിച്ചില്ല. ദാവീദിന് ആത്മസാന്നിധ്യത്തിന്റെ പ്രാധാന്യം അറിയാവുന്നത് കൊണ്ട് പുള്ളി ദൈവസന്നിധിയിൽ നിന്നിട്ട് പ്രാർത്ഥിക്കുക, ദൈവമേ നീ എന്റെ സിംഹാസനം എടുത്തു, ഐ ഡോണ്ട് കെയർ, എനിക്ക് പ്രശ്നമില്ല, എന്റെ രാജസ്ഥാനം തള്ളിക്കളഞ്ഞ് നോ പ്രോബ്ലം, എനിക്ക് എനിക്കുള്ളതൊക്കെ ഞാൻ കാട്ടിക്കിടന്ന് വളർന്നവനാ, ഐ ഡോണ്ട് കെയർ ഓൾ ഓഫ് ദീസ് തിങ്സ്. എനിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഇത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജീവിക്കാൻ എനിക്കറിയാം, എനിക്കിതൊന്നും പ്രശ്നമല്ല. പക്ഷെ ഒരു കാര്യം നീ എന്നിൽ നിന്ന് എടുക്കരുത്, കാട്ടിലുണ്ടായിരുന്നപ്പോഴും കാട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചപ്പോഴും ഞാൻ അനുഭവിച്ചൊരു ദൈവ സാന്നിധ്യമുണ്ട്, അതെന്റെ അകത്തുനിന്ന് എടുക്കരുത്. ജോൺ സിസ്റ്റർ താങ്ക് യു. 51-ാം സങ്കീർത്തനം 11-ാം വാക്യം, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുതേ. ഇന്ന് രാത്രി എത്ര പേർക്ക് ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറ്റും? കർത്താവേ ഒരു നിമിഷം പോലും ആത്മാവിനെ പിരിഞ്ഞിരിക്കാൻ എന്നെ അനുവദിക്കല്ല. ജീസസ്, നമുക്ക് ദൈവാത്മാവുമായിട്ട് ബന്ധമില്ലാത്തൊരു നിമിഷത്തിൽ ആ കർത്താവ് വരുന്നെങ്കിൽ എന്തോ ചെയ്യും? ഇനി കർത്താവുമായിട്ടുള്ള ബന്ധത്തിന്റെ ഒരു പ്രത്യേകത കൂടെ ഞാൻ പറഞ്ഞിട്ട് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുക. കർത്താവുമായിട്ടുള്ള ബന്ധം, ദൈവത്തിന്റെ ആത്മാവും കർത്താവുമായിട്ട്, ദൈവത്തെ നമ്മൾ ഹോളായിട്ട് ഒന്നിച്ച് ചിന്തിക്കുക. ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മളെ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്ന് പറയുന്നത് വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ആ വരനുമായിട്ട് അല്ലെങ്കിൽ നിയുക്ത വ്യക്തിയുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണോ ആ ബന്ധമാണ് നമുക്കും ദൈവമായിട്ട് ഇടയിൽ ഉണ്ടാവേണ്ട ഒരു വലിയ ബന്ധം എന്ന് പറയുന്നത്. ആ ബന്ധം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഉദാഹരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളുടെ തന്നെ
കല്യാണം ഫിക്സ് ചെയ്തു, ഇന്ന വ്യക്തിയായിട്ട് എന്റെ കല്യാണം നടക്കാൻ പോവാ. കല്യാണം ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കല്യാണം നടക്കുന്നത് വരെയുള്ള ഒരു പീരീഡ് ഉണ്ടല്ലോ, ഒരു സമയമുണ്ട്. ആ സമയത്ത് ആ വ്യക്തിയോടുണ്ടാകുന്ന ആവേശം, ആ വ്യക്തിയോടുണ്ടാകുന്ന സ്നേഹം, അല്ലെങ്കിൽ അതിന്റെ റിയൽ വേർഡ് പറഞ്ഞാൽ ആ വ്യക്തിയോടുണ്ടാകുന്ന പ്രേമം, ആത്മബന്ധം, ആ ബന്ധമാണ് നമുക്ക് കർത്താവിനോട് ഉണ്ടാവേണ്ടത്. ഞാൻ എന്റെ കല്യാണത്തിന്റെ സമയം ഓർക്കുന്നുണ്ട്. ഞാൻ അന്ന് ഡൽഹിയിലാണ്. ഇവിടെ വന്നപ്പോൾ ഒരു ദിവസം പരിചയപ്പെടുത്തിക്കുന്ന നാട്ടിലൊരു കുട്ടിയുണ്ട് എന്നൊക്കെ പറഞ്ഞ കല്യാണം എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, പപ്പായോട് പറഞ്ഞു, പപ്പായും മമ്മി പോയി കാണാൻ പറഞ്ഞു. പപ്പായും മമ്മിയും പോയി കണ്ടു. ഞാൻ ആ കുട്ടിയായിട്ട് സംസാരിച്ചു. അപ്പൊ ഞങ്ങൾക്ക് താല്പര്യമായി, ഒന്നാം നടത്തിയേക്കാൻ തീരുമാനിച്ചു. കല്യാണം ഓൾമോസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഞാൻ ആ കുട്ടിയെ കണ്ടിട്ട് പോലുമില്ല. ഞാൻ കല്യാണം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അത് ഒരു ദൈവിക ആലോചന പ്രകാരം ഒരു ദൈവദാസൻ എന്നോട് ആലോചന പറഞ്ഞു, ഒരു ആലോചന വരും, അതുകൊണ്ട് നടത്തിക്കൊള്ളാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എനിക്ക് കണ്ണുടച്ച് ഞാൻ പറഞ്ഞു, ഓക്കെ, എന്തോ ആയാലും ശരി, പപ്പായും മമ്മിയും പോയി കണ്ടു, ഇഷ്ടപ്പെട്ടു, ബാക്കി ദൈവാത്മാവ് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് അതിനുശേഷം കല്യാണം ഫിക്സ് ചെയ്തു, ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു. അതിനുശേഷം ഞാൻ കാണുന്നത് വരെ ഞങ്ങൾ മിക്കവാറും തമ്മിൽ സംസാരിക്കുകയും, മിക്കവാറും ദിവസം ഡ്യൂട്ടി കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് വിളിക്കും. അന്ന് ഞാൻ ഫുൾ ടൈം മിനിസ്ട്രിയിലല്ല. അപ്പൊ ആ സമയത്ത് എനിക്ക് ആ പെൺകുട്ടിയോടുണ്ടാകുന്ന ഒരു പ്രേമം, അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ആ ഒരു പ്രേമം എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇരിക്കുമ്പോഴും വെറുതെ ഇരിക്കുന്ന സമയത്ത് ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക, ആ വ്യക്തിയോട് സംസാരിക്കാൻ തോന്നുക, ആ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിൽ വരിക. ഇതാണ് പ്രേമം എന്ന് പറയുന്നത്. നമുക്ക് കർത്താവിനോട് ഉണ്ടാകേണ്ടത് ഈ പ്രേമമാണ്. വെറുതെ ഇരിക്കുമ്പോൾ കർത്താവിനെ കുറിച്ച് ചിന്തിക്കുക, വെറുതെ ഇരിക്കുമ്പോൾ ആ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുക, ആ കർത്താവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, ആ കർത്താവിനെ കുറിച്ച് വിശദീകരിക്കുക. ഇതൊക്കെയാണ് ഈ പ്രേമം എന്ന് പറയുന്നത്. നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചേ, ഇങ്ങനൊരു പ്രേമം, ഇങ്ങനൊരു ആത്മബന്ധം പരിശുദ്ധാത്മാവുമായിട്ട് നമുക്കുണ്ടോ? ഉണ്ടോ? ഇല്ല. നമ്മൾ പരിശുദ്ധാത്മാവിനെ പറ്റി ചിന്തിക്കുന്ന എപ്പോഴാണെന്നറിയാം? നമ്മൾ കടബാധ്യതയിൽ പെട്ടുപോകുമ്പോൾ, നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ട് നടക്കാതെ വരുമ്പോൾ, ഇന്ന് രാത്രി ഈ അധപ്പതിച്ച അവസ്ഥയിൽ നിന്ന് മാനസാന്തരത്തോടെ കർത്താവിനോട് പറയണം, കർത്താവേ, എനിക്ക് ഭൗതികമായ കാര്യങ്ങളല്ല, ഞാൻ അതിനെ കൊണ്ട് മാറ്റിവെക്കുക, എനിക്ക് കർത്താവുമായിട്ടൊരു നല്ല ബന്ധം ഇന്ന് രാത്രി ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ള ഒരാളിലുള്ള രാത്രി. ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, അതോ തലയ്ക്ക് മേളിൽ പോവാണോ? നിങ്ങൾക്ക് ആവേശം പകരുന്ന ഒരു പ്രസംഗമല്ല ചെയ്യുന്നത്. പക്ഷെ ഇന്ന് രാത്രി ഒരു മാറ്റം നമ്മുടെ അകത്തുണ്ടാവണം. ഇന്ന് രാത്രി ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ അകത്തുണ്ട്. നമ്മുടെ ആത്മാവിനകത്തൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവണം. നിങ്ങൾക്ക് ഇനി ദൈവമായിട്ടൊരു നല്ല ബന്ധം ഉണ്ടെങ്കിൽ അത് എങ്ങനെ അറിയാൻ പറ്റും? ദൈവമായിട്ടൊരു നല്ല ആത്മബന്ധത്തിലാണോ എന്ന് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും. എനിക്കിപ്പോ ദൈവമായിട്ട് നല്ല ആത്മബന്ധം ഉണ്ടോ എന്നൊരു സംശയം നിങ്ങളുടെ അകത്തുണ്ടാവാൻ സാധ്യതയുണ്ട്. ആ സംശയത്തെ ഒന്ന് ക്ലിയർ ചെയ്യാൻ ഞാനൊരു കാര്യം പറയാം. എങ്ങനെയാണ് നമുക്ക് ദൈവമായിട്ട് നല്ല ആത്മബന്ധം ഉണ്ടോ എന്ന് അറിയാൻ പറ്റുന്നത്? നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ, നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ, നിങ്ങൾ യേശുവിന്റെ സന്നിധിയിൽ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് കർത്താവായിട്ടൊരു വലിയ ബന്ധമുണ്ട്. ഇനി ഫ്രീ ടൈം കിട്ടുമ്പോൾ ഫോൺ എടുത്തിട്ട് യൂട്യൂബാ കാണുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് കർത്താവുമായിട്ടല്ല ആത്മബന്ധം, നമുക്ക് യൂട്യൂബുമായിട്ടാണ്. ചിലപ്പം യൂട്യൂബ് ആയിരിക്കാം, ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം ആയിരിക്കാം, ചിലപ്പം ഫേസ്ബുക്ക് ആയിരിക്കാം, എന്തോ ആണെങ്കിലും നമ്മൾ ഫ്രീ ടൈമിൽ ഇരിക്കുമ്പോൾ എന്തുവാ ചെയ്യാൻ നമുക്ക് പ്രേരണ കിട്ടുന്നത്? അവിടെയാണ് നമ്മുടെ മനസ്സ്, അവിടെയാണ് നമ്മുടെ ആത്മബന്ധം. അത് കർത്താവാണ് നമ്മൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ ലൈഫ് ഡേഞ്ചറിലാണ്. നമുക്ക് ഇവിടെയാണ് മാനസാന്തരം വേണ്ടി, ഇവിടെയാണ് നമ്മുടെ അകത്ത് വ്യത്യാസം ഉണ്ടാകേണ്ടത്. ഞാൻ ഈ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? പ്രൈസ് ഗോഡ്. സോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമുക്കൊരു മാനസാന്തരം ആവശ്യമുണ്ടെന്ന്? മാനസാന്തരം ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ ഇതുകൊണ്ട് നമ്മൾ ചുമ്മാ പറഞ്ഞിട്ട് ഒരു കഥയില്ല. പ്രൈസ് ഗോഡ്. അപ്പൊ ആദ്യം ഉണ്ടാകേണ്ടത് എന്തുവാ? കർത്താവുമായിട്ടൊരു വലിയ ആത്മബന്ധം. സിസ്റ്റർ മുമ്പ് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഒരു വ്യക്തിക്ക് ദൈവമായിട്ട് ആത്മബന്ധം ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പ്രാർത്ഥനയുടെ വാചകം കേൾക്കുമ്പോൾ പറയും, കർത്താവെ രക്ഷിക്കണേ, വെടിവെക്കണേ, 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 വെടിവെക്കണേ എന്നൊക്കെ പറഞ്ഞ അവസാനം പിന്നെ വെടിവെക്കണേ എന്ന് പറഞ്ഞായി പോകും. ഇതൊക്കെ നമുക്ക് ദൈവമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടാണ്. ദൈവമായിട്ടുള്ള ബന്ധം ഉണ്ടെങ്കിൽ ആ വാക്ക് അകത്തുനിന്ന് വരുമ്പോൾ നമുക്കറിയാം ഇത് അകത്തുനിന്നാണ് വരുന്നത്, ആ ബന്ധത്തിൽ നിന്നാണ് വരുന്നത്. പ്രൈസ് ഗോഡ്. സോ ഇന്ന് രാത്രി നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ജൽപ്പനങ്ങളായി മാറാതെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരട്ടെ, ബന്ധത്തിൽ നിന്നാകട്ടെ. കാണാതെ പഠിച്ചതും നമുക്ക് ഈ നമ്മുടെ മനസ്സിൽ കുറെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇത് നമ്മുടെ മനസ്സ് ഔട്ടാണെങ്കിലും, നമ്മുടെ മനസ്സ് ഇവിടെ അല്ലെങ്കിൽ പോലും നമുക്ക് ആ വിഷയങ്ങൾ പ്രാർത്ഥിക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ചർച്ച പാടുന്ന പാട്ടുകൾ, ഈ പാട്ടുകളൊക്കെ പലതും നമ്മള് വീട്ടിനകത്ത് ഇപ്പൊ ഞായറാഴ്ച ആരാധനയ്ക്ക് ചർച്ചയിൽ പോയിരിക്കാന്ന് വിചാരിച്ചു.
നമ്മൾ രാവിലെ ഇറച്ചി മേടിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചാ വന്നത്. ചർച്ചിലിരിക്കുമ്പം ഇത് ഈ ആരാധന തീർന്നിട്ട് വേണം അവിടെ ചെന്ന് കറി വെച്ച് കൂട്ടാനെന്നുള്ള ചിന്തയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോഴും നമ്മൾ പാട്ട് പാടുക, എന്താ അതിശയമേ ദൈവം, പാട്ടൊക്കെ പാടും, പക്ഷെ നമ്മുടെ മൈൻഡ് എവിടാ? ഫ്രിഡ്ജിനകത്താ. വേറൊരു ഉദാഹരണം പറയാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, നമ്മൾ സ്ഥിരം വരുന്ന നമ്മുടെ വീട്ടിലേക്കുള്ള വഴി നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ ഫീഡാണ്, അല്ലെ? അൺകോൺഷ്യസ് മൈൻഡിൽ ഫീഡാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വേറെ എന്തെങ്കിലും കാര്യം ആലോചിച്ചുകൊണ്ട് വന്നാൽ പോലും നമ്മുടെ വീട്ടിൽ നടന്നു കയറും, നമുക്ക് വേറൊരു വീട്ടിൽ ചെന്ന് കയറാൻ പറ്റത്തില്ല. കാരണം എന്തുവാ? നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡാണ് നമ്മളെ നടത്തിക്കൊണ്ട് വരുന്നത്. അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ലേ? നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നടന്നു വന്നാൽ നമ്മുടെ വീട്ടിൽ വന്ന് കയറും. അത് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. അത് നമുക്കൊരു അനുഗ്രഹമാണ്. പക്ഷെ ഈ അനുഗ്രഹം സഭയ്ക്കകത്ത് വരുമ്പോൾ ഇത് വലിയ ദോഷം ചെയ്യും. എന്താണെന്നറിയാമോ? നമ്മൾ എന്തതിശയമേ പാടുമ്പോഴും നമ്മുടെ മൈൻഡ് എവിടെ ആയിരിക്കും? മീൻകറി വെക്കുമായിരിക്കും. ഞാനതൊരു വേറൊരു ഉദാഹരണം കൂടെ പറയാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു വീഡിയോ ഞാൻ ഒരിക്കൽ കണ്ടതാ. ഒരു മനുഷ്യന് എന്തുവാ മൈൻഡ് ഔട്ടായി, ബോധം മറന്നുപോയി. പിന്നെ എന്തോ പ്രശ്നമായി, ഇവന് ICU കിടക്കുക. ICU കിടക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ആ വീഡിയോക്കകത്ത് ഇവന് ഇങ്ങനെ തിരുമുക, ഈ കൈക്കകത്ത് വെച്ചിട്ട് എന്താ പറയുന്നത്, ഈ തമ്പാക്കു തിരുമ്പുന്ന തിരുമിയിട്ട് പിന്നെ നാക്കി വെക്കുന്ന സാധനം ഉണ്ടല്ലോ. ഇവൻ ബോധമില്ല, ബോധം മറന്ന് ICU കിടക്കുക. ICU കിടക്കുമ്പോൾ ഇവൻ തിരുമുക. ഈ തിരുമ്പുന്നത് എവിടുന്നാ? ബോധമനസ്സിൽ നല്ല തിരുമ്പുന്നത് എവിടുന്നാ? അൺകോൺഷ്യസ് മൈൻഡിൽ സ്ഥിരം ചെയ്യുന്ന കാര്യം ഹാബിറ്റ് ആയി പോയത് കൊണ്ട് അതാ ചെയ്യുന്നത്. ഈ മക്കളെ, ഞാൻ പച്ച മലയാളത്തിൽ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ മിക്ക പാട്ടുകൾ ഇങ്ങനല്ലേ? നമ്മുടെ മിക്ക ആരാധനകൾ ഇങ്ങനല്ലേ? നമ്മുടെ മൈൻഡ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ നിന്നാണ് നമ്മൾ ഈ പാടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതിന് ദൈവമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇതിനെ അവസാനിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞു. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു പ്രസംഗമായിരിക്കും നിങ്ങൾ ഇന്ന് രാത്രി കേൾക്കുന്നത്. പക്ഷേ മാനസാന്തരപ്പെട്ടേ പറ്റൂ. ഒരു പാട്ടേ പാടിയുള്ളെങ്കിലും അത് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ നിന്ന് പഠിച്ചത് പാടുന്നതല്ല, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അപ്പാന്ന് വിളിക്കുമ്പോൾ ഒക്കെ അടുത്തിരിക്കുന്നവർക്കൊക്കെ തോന്നട്ടെ, ആകെ സത്യത്തിൽ അപ്പാന്ന് വിളിക്കുക, അല്ലെ ചുമ്മാ അപ്പാന്നൊക്കെ വിളിക്കാൻ എല്ലാവർക്കും പറ്റും. പക്ഷെ ഹൃദയത്തിൽ നിന്ന് വിളിക്കുന്നതും അല്ലാതെ നമ്മളിങ്ങനെ ഈ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ നിന്ന് പറയുന്നതൊക്കെ വ്യത്യാസമാണ്. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി അങ്ങനെ ഒരു ആത്മബന്ധത്തിന് കൊതിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ഒരു വലിയ ആത്മബന്ധം നമ്മുടെ അകത്ത് കർത്താവുമായിട്ട് നമുക്ക് ഉണ്ടാവട്ടെ. ഹല്ലേലൂയ. സോ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വരുമ്പോൾ, ഇനി നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ അല്പം ഡീറ്റെയിലേക്ക് ഒന്ന് പോകാൻ ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, ദൈവമായിട്ട് നമുക്ക് വലിയൊരു ബന്ധം ഉണ്ടാകും. അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞത്, ദൈവമായിട്ട് നല്ല ബന്ധം ഉണ്ടാകും. ഈ ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ് നമ്മുടെ ലൈഫിൽ ബാക്കിയുള്ള ചേഞ്ചസുകളൊക്കെ വരുന്നത്. ഒന്നാമത്, പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് ദൈവമായിട്ട് ബന്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുവരും. ആ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വന്ന വ്യക്തിയുടെ അകത്ത് പിന്നെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യം, യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് 14-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യത്തിൽ ഒരു വേദഭാഗം വായിക്കുന്നുണ്ട്. നമുക്ക് വായിച്ചാട്ടെ. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ആ വാക്യം അവിടെ നിൽക്കട്ടെ. ഇനി നിങ്ങൾ 16-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. 16-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വന്നാട്ടെ. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായ്ക കൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ വഹിപ്പാൻ കഴിവില്ല. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഇത്രയും ഭാവം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. ഇതിനകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അവൻ നിങ്ങളെ സകലതും ഉപദേശിച്ചു തരും. 26-ാമത്തെ വാക്യം നമ്മളത് വായിക്കുന്നു. പിന്നീട് 7-ാമത്തെ വാക്യത്തിൽ കാണുന്നത് എന്താണ്? ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ വന്നിട്ട് അവൻ 8-ാമത്തെ വാക്യത്തിൽ അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധം വരുത്തും. 13-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും.
ഇവിടെ പരിശുദ്ധാത്മാവിന്റെ 2-3 പേരുകളുണ്ട്. സത്യത്തിന്റെ ആത്മാവ്, കാര്യസ്ഥൻ, മറ്റു ഇംഗ്ലീഷിലൊക്കെ വായിച്ചു ചോദിക്കുക ഹെൽപ്പർ എന്ന് എഴുതിയിട്ടുണ്ട്, വേറൊരിടത്ത് കംഫർട്ടർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ പരിശുദ്ധാത്മാവിന്റെ പല പേരുകളുണ്ട്. ആ ഭാഗത്തേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. സോ ഇവിടെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഡ്യൂട്ടി ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വന്നു കഴിയുമ്പോൾ ചെയ്യുന്നത് നമ്മളെ ഉപദേശിക്കും. നമുക്ക് പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. സകലതും നമുക്ക് ഉപദേശിച്ചു തരും. ഇവിടെ നമ്മൾ വായിക്കുന്നത് സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ സകല സത്യത്തിലും നമ്മളെ വഴി നടത്തും. സോ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ 2 തരം കാര്യങ്ങളാണുള്ളത്. ശ്രദ്ധിച്ചു കേൾക്കണേ. ഈ ലോകത്തിൽ 2 തരം കാര്യങ്ങളാണുള്ളത്. ഒന്ന് ഈവിൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അഥവാ പൈശാചിക കാര്യങ്ങൾ. വേറൊരു വാക്കിൽ പറഞ്ഞാൽ ഡീമോണിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിശാച് കോർഡിനേറ്റ് ചെയ്യുന്ന, പിശാച് കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട്. പാപവുമായിട്ട് ബന്ധപ്പെട്ടത്, നുണ, കൊലപാതകം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. പിശാചുമായിട്ട് ബന്ധപ്പെട്ട ഡീമോണിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ മറുവശം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. വിശുദ്ധിയിലേക്ക് മനുഷ്യനെ നയിക്കുക, അവനെ പ്രിപ്പയർ ചെയ്യുക, അവന്റെ അകത്ത് ഗിഫ്റ്റിനെ കൊടുക്കുക, അവന്റെ അകത്ത് വരങ്ങളെ കൊടുക്കുക, പരിശുദ്ധാത്മാവിന്റെ ഫ്രൂട്ടിനെ അകത്ത് കൊണ്ടുവരിക. ഇങ്ങനെ ദൈവാത്മാവ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഡീമോണിക് ആയിട്ട് പിശാച് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. സോ നമ്മൾ ഈ ഭൂമി ജീവിക്കുമ്പോൾ എന്തിനാണ് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ തരുന്നത്? അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ നല്ലതിനെയും തീയതിനെയും തമ്മിൽ തിരിച്ചറിയാനുള്ള ഒരു ബോധം നമ്മുടെ അകത്ത് കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവിന്റെ ഡ്യൂട്ടിയാണ്. ഈ പരിശുദ്ധാത്മാവ് അകത്തില്ലാത്തവൻ രക്തം ചൊരിയിക്കും, അവൻ വ്യഭിചാരം ചെയ്യും, പാപം ചെയ്യും, നുണ പറയും, ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങൾക്കകത്തും അവൻ ഇടപെടും. അവന് ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാകത്തില്ല. ഗിൽറ്റി ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കുറ്റബോധം അകത്തുണ്ടാകത്തില്ല. പൗലോസ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷിയുണ്ട്. ഈ കുറ്റമറ്റ മനസാക്ഷി നമ്മുടെ അകത്ത് കൊണ്ടുവരുന്ന ആരാന്നറിയാമോ? അത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ഒരുവന്റെ അകത്ത് ഉണ്ടെങ്കിൽ അവന് പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകും, നീതിയെക്കുറിച്ച് അവന് ബോധമുണ്ടാകും. ഒരു തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഇത് തെറ്റാണെന്നുള്ള ബോധം അവന്റെ അകത്തുനിന്നുണ്ടാകും. ഇത് കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവിന്റെ ഡ്യൂട്ടിയാണ്. എന്തെങ്കിലും ഒരു തെറ്റ് പറയുന്നു, ഒരു നുണ പറയുന്നു, ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിനകത്ത് നമ്മൾ ഇടപെടുന്നു, ദൈവമക്കളെ, നമ്മുടെ അകത്ത് ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ യു ആർ ഇൻ എ സേഫ് സോൺ. ഗിൽറ്റ് ഫീലിംഗ്, ഒരു നുണ പറഞ്ഞു, ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാകുന്നില്ലെങ്കിൽ, ഒരു പാപം ചെയ്യാൻ അബദ്ധവശാൽ ചെയ്തു പോയി, അതിനെക്കുറിച്ചുള്ള കുറ്റബോധം നമ്മെ ഭരിക്കുന്നില്ലെങ്കിൽ വി ആർ ഇൻ എ ഡേഞ്ചറസ് സോൺ. ദൈവമക്കളെ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണ്ടിയത് എന്തിനാണെന്നറിയാമോ? ഈ ഒരു തരംതിരിവ് യെരമ്യാവിന്റെ പ്രവചനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. മകനെ, വഴി ഇതാകുന്നു, ഇതിലെ നടന്നുകൊള്ളുവീൻ എന്ന പിന്നിൽ നിന്ന് ഈ ഒരു ശബ്ദം കേൾക്കും. ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം, എനിക്ക് പരിശുദ്ധാത്മാവിനെ അധികം വേണം. എന്തിനാ വേണ്ടിയെന്നറിയാമോ? നല്ലതിനെയും തീയതിനെയും തിരിച്ചറിയാൻ എന്റെ ജീവിത യാത്രയിൽ ഞാൻ മുൻപോട്ട് പോകുമ്പോൾ, എന്റെ മരുഭൂമി യാത്രയിൽ ഞാൻ മുൻപോട്ട് പോകുമ്പോൾ എനിക്ക് വഴി പുറകിൽ നിന്ന് പറഞ്ഞു തരാൻ ഒരാളിനെ എനിക്ക് ആവശ്യമുണ്ട്. ആ വ്യക്തിയുടെ പേരാ പരിശുദ്ധാത്മാവ്. ഇന്ന് രാത്രി ആ ഒരു ആത്മബന്ധത്തിലേക്ക്, മകനെ വഴി ഇതാകുന്നു എന്ന് പറഞ്ഞ് നേർപാതയിൽ നമ്മെ നടത്താൻ കഴിയുന്ന, സകലതും നമുക്ക് ഉപദേശിച്ച് തരാൻ കഴിയുന്ന ആ പരിശുദ്ധാത്മാവിന്റെ ആ ശബ്ദത്തെ കേൾക്കാൻ കഴിയുന്ന ഒരു ആത്മനിലവാരത്തിലേക്ക് ഇന്ന് രാത്രി നമ്മുടെ ആത്മനിലവാരം മാറട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ? ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ഡെപ്ത് ഇതിനകത്തുണ്ട്. ഞാൻ ഒത്തിരി വിശദീകരണത്തിലേക്ക് ഞാൻ പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ 1-2 കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധമില്ലെങ്കിൽ, നിങ്ങൾക്കറിയാമോ, ഈ ലോകത്തിൽ 3 തരത്തിലുള്ള ആൾക്കാരുണ്ട്. 3 തരത്തിലുള്ള ആൾക്കാർ. അതിനകത്ത് 2 തരത്തിലുള്ള ആൾക്കാർ ചർച്ചയിൽ കാണാം. ഒന്ന് പ്രാകൃതരായ ആൾക്കാരാ. പ്രാകൃതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവാത്മാവ് ഇല്ലാത്ത ആൾക്കാരാ, അല്ലെങ്കിൽ അകത്ത് ആത്മാവ് ചത്ത ആൾക്കാരാ. ഇവരെ നമുക്ക് ദൈവസഭയെ കാണാൻ പറ്റത്തില്ല, ഇവരെ ലോകത്തിൽ കാണാൻ പറ്റുള്ളൂ. ലോകത്തിലുള്ള ആൾക്കാര് അവര് ആത്മാവ് മരിച്ചവരാ, അവർക്ക് ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവരെ ബൈബിൾ വിളിക്കുന്ന പേര് പ്രാകൃതരെന്നാണ്. ഇനി വേറെ 2 കൂട്ടരുണ്ട്. ഒന്ന് ആത്മികൻ, 2 ജഡികൻ. ഇത് രണ്ടും സഭയ്ക്കകത്ത് കാണാം. നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് കേൾക്കണം ഈ പദം. ആത്മികൻ എപ്പോഴും ആത്മികമായ കാര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. അവന് ഇമോഷനകത്ത് കൺട്രോൾ ഉണ്ടാവും. ദൈവിക കാര്യങ്ങളായിരിക്കും ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥന, കൂട്ടായ്മ, ആത്മീയ കാര്യങ്ങൾക്കായിരിക്കും താല്പര്യം ഉണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ സഭയ്ക്കകത്തുള്ള വേറെ കൂട്ടരാണ് ജഡികൻ. ഇവൻ ഒരിക്കൽ ദൈവകൃപയിൽ വന്നതാ. ഇവന് ദൈവസ്നേഹം എന്താണെന്ന് അറിയാം, ദൈവപ്രവൃത്തി എന്താണെന്ന് അറിയാം, പരിശുദ്ധാത്മാവ് എന്താണെന്ന് അറിയാം. പക്ഷെ ഇപ്പം ദൈവമായിട്ട് ബന്ധമില്ല. ഇങ്ങനെയുള്ള ആൾക്കാരുടെ പേരാണ് ജഡികന്മാര്. എന്റെ ചോദ്യം, ഇതിനകത്ത് ഏത് കാറ്റഗറിയില്ല നമ്മള്? പാട്ട് പാടുന്നുണ്ടെങ്കിൽ ആത്മീയനാണെന്ന് അർത്ഥമില്ല, പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആത്മീയനാണെന്ന് അർത്ഥമില്ല. ഇന്ന് രാത്രി ജഡത്തിന്റെ പ്രവൃത്തികളെ അനുസരിച്ചാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ, ജഡിക പ്രവൃത്തികളാണ് നമ്മുടെ അകത്ത് വെളിപ്പെട്ട് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഒരു ഡേഞ്ചറസ് സോണില. ഇന്ന് രാത്രി മാനസാന്തരത്തോടെ ആത്മതലത്തിലേക്ക് കയറാൻ നമ്മൾ തയ്യാറാകുക.
പ്രൈസ് ഗോഡ്. മറ്റുള്ളവർ നോക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും. മറ്റുള്ളവർ നോക്കുമ്പോൾ നമ്മൾ അന്യഭാഷയും പറയുന്നുണ്ടായിരിക്കും. അന്യഭാഷ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മീയനാണെന്നുള്ള തെളിവൊന്നും അല്ല അത്. ദൈവമായിട്ട് നല്ലൊരു ആത്മബന്ധമുണ്ടോ? പ്രാർത്ഥിക്കാൻ ചുമ്മാ ഇരിക്കുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ടോ? പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? ബൈബിൾ വായിക്കാൻ പറ്റുന്നുണ്ടോ? ആത്മികന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവന്റെ അകത്തെ ആത്മാവ് ജീവിച്ചിരിക്കും. ഞാനിന്ന് പറയാൻ വന്ന ഭാഗത്തേക്ക് ഒന്നും പോകാനായിട്ട് എന്നെ ദൈവാത്മാവ് അനുവദിക്കുന്നില്ല. ഈ ഭാഗങ്ങൾ ചിന്തിച്ചാൽ പോവാം. ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അകത്ത് ആത്മാവ് ജീവനോടിരിക്കും. ആ ആത്മാവ് ജീവനോട് ഇരിക്കുന്നത് കൊണ്ട് വചനത്തോട് കൊതിയുണ്ടാകും, ആത്മാവിനോട് ബന്ധമുണ്ടാകും, ഫെലോഷിപ്പ് കൂട്ടായ്മയോട് താല്പര്യം ഉണ്ടാകും. ഇതെല്ലാം ആത്മ സാന്നിധ്യത്തിൽ ഒരു വ്യക്തിയുടെ അകത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇനി ഒരു വ്യക്തിയുടെ അകത്ത് ആത്മാവ് മരിച്ചു കിടക്കാന്ന് വിചാരിച്ചു, അഥവാ ജഡികന്മാർ. ഈ ജഡികനെ സംബന്ധിച്ച് അത് ഞാൻ മനസ്സിലാകാനായിട്ട് ഒരു ഉദാഹരണം പറയാം, അപ്പം കൂടുതൽ മനസ്സിലാവും. എനിക്ക് ജീവനുള്ള ഒരു വ്യക്തിയാണ്. ഞാനിപ്പോ എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളിപ്പോ ഒരു 10-15 ദിവസമായിട്ട് നാട്ടിലാണ്. ഇപ്പൊ പിള്ളേർക്ക് അവധിയായിട്ട് അവർ നാട്ടിൽ പോയിരിക്കുക. ഞാൻ ഇവിടെ ഓരോ ദിവസവും എത്ര കഷ്ടപ്പെട്ട കഴിക്കുന്നറിയോ? സ്വന്തമായിട്ട് കുക്ക് ചെയ്യണം. ഒറ്റയ്ക്ക് പിള്ളേരില്ലാത്തതുകൊണ്ട് വീട്ടിൽ ഒരു മനസ്സുഖവും ഇല്ല നമുക്ക്. പിള്ളേർ വീട്ടിലുണ്ടെങ്കിൽ ഒരു ഒച്ചയും ബഹളവും കാര്യങ്ങളൊക്കെ. എന്തുകൊണ്ടാണെന്നറിയോ? ഞാനൊരു മനുഷ്യനായതുകൊണ്ടാണ്, എന്റെ അകത്ത് ജീവനുള്ളത് കൊണ്ടാണ്. ഇപ്പൊ ജീവനുള്ളപ്പം മറ്റുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കാനും ഇടപെടാനും അവരുടെ കൂട്ടത്തിൽ ഇരിക്കും, ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കും അല്ലെ? ഭക്ഷണം കഴിക്കുന്ന എന്തുകൊണ്ടാ? എനിക്ക് ജീവനുള്ളത് കൊണ്ടാണ്. ഭക്ഷണം മരിച്ച ഒരു ഡെഡ് ബോഡിയെ നമ്മൾ ഒരു മുറിക്കകത്ത് കൊണ്ടുവന്നിട്ടു. പുള്ളി ഭക്ഷണം വല്ലതും ചോദിക്കുമോ? ഇല്ല. പുള്ളിക്ക് വെള്ളം വേണോ? വേണ്ട. പുള്ളിക്ക് ആരോടെങ്കിലും വർത്തമാനം പറയണമെന്ന് തോന്നുമോ? ഇല്ല. കാരണം എന്തുവാ? മരിച്ചു. ഇതുപോലെ തന്നെയാണ് ആത്മികമായി മരണം സംഭവിച്ച ജഡികന്മാരുടെ അവസ്ഥയും. ഒരു വലിയ സ്പിരിച്വൽ മർമ്മമാണ് ഞാൻ ഈ പറയുന്നത്, ശ്രദ്ധിച്ചു കേട്ടോ. ആത്മികമായി മരണം സംഭവിച്ച ഒരുവന്, അഥവാ അകത്ത് ആത്മാവ് ജീവനോടെ ഇല്ലാത്ത ഒരുവന് പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല. എന്തോ കാര്യം എന്നറിയാമോ? പ്രാർത്ഥന ഒരു അന്തരീക്ഷമാണ്. ആ അന്തരീക്ഷത്തിൽ മാത്രമേ മനുഷ്യന് ജീവിക്കാൻ പറ്റൂ. എല്ലാ ജീവജാലങ്ങൾക്കും ഒരു ആത്മീയ ഒരു അന്തരീക്ഷമുണ്ട്. ആ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ പറ്റൂ. ഉദാഹരണം പറഞ്ഞാൽ വെള്ളത്തിൽ ജീവിക്കുന്ന മത്സ്യത്തിന് വെള്ളമാണ് അതിന്റെ അറ്റ്മോസ്ഫിയർ. ആ വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്താൽ അത് ചത്തുപോകും. മനുഷ്യനാണെങ്കിൽ ഓക്സിജൻ ആണ് അവന്റെ അന്തരീക്ഷം. ആ ഓക്സിജൻ ഇല്ലാതെ പോയ മനുഷ്യൻ ചത്തുപോകും. രക്തത്തിനകത്ത് അണുക്കളുണ്ട്. ആ അണുക്കളെ രക്തത്തിൽ നിന്ന് പുറത്തെടുത്താൽ ചത്തുപോകും. ഇവൻ ലാവയ്ക്കകത്ത് ജീവിക്കുന്ന ജീവികളുണ്ടെന്നാ പറഞ്ഞത്. തീക്കകത്ത് ജീവിക്കുന്ന പുഴുക്കളുണ്ടെന്നാ. അതിന്റെ പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ചത്തുപോകും. എന്ന് പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാൻ ഒരു അറ്റ്മോസ്ഫിയർ ദൈവം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് മനുഷ്യന് ജീവിക്കാൻ ദൈവം ഒരു ആത്മാന്തരീക്ഷം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് പ്രാർത്ഥനയുടെ അന്തരീക്ഷം. ആ അന്തരീക്ഷം ഇല്ലെങ്കിൽ നടക്കുന്നത് എന്താണെന്നറിയാമോ? ആത്മമരണമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. പ്രൈസ് ഗോഡ്. ഇനി മനുഷ്യന് വചനത്തോട് താല്പര്യമില്ലെങ്കിൽ വചനം എന്താണെന്നറിയാമോ? ജീവന്റെ റൊട്ടിയാണ് വചനം. വചനം വായിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ പറ, ആ മനുഷ്യൻ ആത്മികനാണോ, ആത്മികമായ ജീവനുള്ളവനാണോ ഇല്ലയോ? ഇനി വെള്ളം കാണിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. വെള്ളം കുടിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒരു മനുഷ്യൻ ഡെഡ് ബോഡിയാ, അവന് വെള്ളത്തിന്റെ ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ അവൻ ചത്തു എന്നർത്ഥം. അപ്പൊ പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധമില്ലാത്ത മനുഷ്യനെ കുറിച്ച് നിങ്ങൾ പറ, അവൻ ആരായിരിക്കും? അവൻ പക്ക ജഡികനായിരിക്കും. ബൈബിള് നിരന്തരം വായിക്കാത്ത, നിരന്തരം പരിശുദ്ധാത്മാവിനോട് ബന്ധമില്ലാത്ത, കൂട്ടായ്മയ്ക്ക് പോകാൻ ആഗ്രഹമില്ലാത്ത. ഇപ്പൊ ഒരു ഡെഡ് ബോഡി ഒരു മുറിക്കകത്ത് കളിക്കുക, പുള്ളി ആർക്കും ആവശ്യപ്പെടത്തില്ല, പോയി എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ആ പാടെ ബുദ്ധിമുട്ടാണ്, എനിക്ക് ആരെങ്കിലും 4 പേരെ കാണണം. നമ്മൾ 10 മിനിറ്റ് വീട്ടിൽ ഇരുന്നിട്ട് നമുക്ക് ബുദ്ധിമുട്ടല്ലേ? ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഇരുന്ന് നമ്മൾ ആരെങ്കിലും ഒന്ന് കാണണം, ആരെങ്കിലും ഒന്ന് വിളിക്കണം, ആൾക്കാരുമായിട്ട് ഒരു ഫെലോഷിപ്പ് വേണം. ആ ഫെലോഷിപ്പ് ആഗ്രഹിക്കുന്ന ആരാന്നറിയോ? ജീവനുള്ളവനെ ആഗ്രഹിക്കത്തുള്ളൂ. അപ്പം പള്ളി പോകാൻ താല്പര്യമില്ല, ആ കൂട്ടായ്മയിൽ പോകാൻ താല്പര്യമില്ല, ആത്മീയ കാര്യങ്ങൾക്ക് ബന്ധപ്പെടാൻ ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയെ കുറിച്ച് എന്ത് പറയണം? അവൻ ആത്മീകമായി മരിച്ചിരിക്കുന്നു എന്നർത്ഥം. സോ നമ്മൾ ആത്മീകമായി മരിച്ചിരിക്കുന്ന വ്യക്തിയാണോ, നമ്മൾ ആത്മികനാണോ എന്ന് ചിന്തിക്കാൻ ഇത്രയും കാര്യങ്ങൾ മാത്രം നമ്മൾ ഒന്ന് ഓർത്താൽ മതി. സോ ഇന്ന് രാത്രി അങ്ങനെ ഒരു ആത്മിക മരണം സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തോണം. ഈ മരണം സംഭവിക്കുമ്പോൾ, ഇപ്പൊ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന മരണം, പെട്ടെന്ന് നമ്മൾ മരിക്കത്തില്ല. ഞാൻ ഇന്ന് രാവിലെ ഭക്ഷണം കഴിച്ചില്ല, ഒന്നും സംഭവിച്ചില്ല. ഞാൻ ഇന്ന് ഉച്ചയ്ക്കും ഭക്ഷണം കഴിച്ചില്ല, ഒന്നും സംഭവിച്ചില്ല. 1-2 ദിവസം നമ്മളൊക്കെ ഫാസ്റ്റിംഗ് എടുക്കുന്നവരല്ലേ, 10-21 ദിവസം ഒന്നും ഭക്ഷണം കഴിച്ചില്ല, നമുക്കൊന്നും സംഭവിക്കത്തില്ല. പക്ഷേ മുഖത്തൊരു വാട്ടം ഉണ്ടാവും, ഒരു ക്ഷീണം ഉണ്ടാവും, ഒരു ആരോഗ്യക്കുറവുണ്ടാവും. എന്നിട്ട് ശാസ്ത്രം പറയുന്നത് ഒരു മനുഷ്യന് 94 ഡേയ്സ് വെള്ളവും ഭക്ഷണവും ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്ന. പക്ഷെ 94 ആ ദിവസം 100ാമത്തെ ദിവസം അടുക്കുമ്പോൾ ആ മനുഷ്യന്റെ കോലം എന്തായിരിക്കും അറിയോ? അസ്ഥി മാത്രമേ കാണത്തുള്ളൂ, സംസാരിക്കാൻ ശേഷി ഉണ്ടാകത്തില്ല. ആദ്യമൊക്കെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ നമുക്കൊന്നും ഫീൽ ചെയ്യത്തില്ല. പക്ഷെ സ്ലോലി സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? നടന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വലിയ ഓട്ടവും ചാട്ടമായിട്ട് നടന്നുകൊണ്ടിരുന്ന മനുഷ്യൻ എവിടെയെങ്കിലും നിന്ന് കാര്യം പറയാൻ തുടങ്ങും. പിന്നെയും ഭക്ഷണം കഴിക്കാതിരുന്നാൽ ആ പുള്ളി ഇരിക്കാൻ തുടങ്ങും. പിന്നെയും ഭക്ഷണം കഴിക്കാതിരുന്നാൽ അവൻ കിടന്നുകൊണ്ട് സംസാരിക്കും. പിന്നെയും സംസാരിക്കുന്ന വ്യക്തി ഭക്ഷണം കഴിക്കാതിരുന്നാൽ അവൻ സംസാരം നിർത്തും.
അങ്ങനെ സ്ലോലി 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 മരിക്കും. ആ മരണം നടക്കുന്ന എപ്പോഴാന്ന് പോലും അറിയത്തില്ല. ഇങ്ങനെയാണ് ദൈവസഭയ്ക്കകത്ത്, ആത്മാക്കളുടെ അകത്ത് ആത്മമരണം ഉണ്ടാകുന്നത്. ഒരു ദിവസം ബൈബിൾ വായിച്ചില്ല, ഒന്നും സംഭവിച്ചില്ല. നമ്മൾ നോക്കും, ഞാൻ ജീവിക്കുന്നുണ്ടല്ലോ. 2 ദിവസം ബൈബിൾ വായിച്ചില്ല, 1 മാസം ബൈബിൾ വായിച്ചില്ല, ഒന്നും സംഭവിച്ചില്ല. ധീരെ സ്ലോലി സ്ലോലി നമ്മൾ ആത്മമരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാണ് നമ്മുടെ അകത്തെ ആത്മമനുഷ്യൻ മരിച്ചത് നമുക്കൊരു പിടിയില്ല. ദൈവമക്കളെ, ഇന്ന് രാത്രി ഈ ഒരു അനുഭവത്തിനകത്ത് നിന്ന് നമുക്ക് പുറത്തു വരണം. കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവ് എൻ്റെ അകത്തൊരു ജീവൻ വ്യാപരിക്കട്ടെ. കർത്താവ് പറഞ്ഞു, ഞാൻ ജീവൻ തരാനും സമൃദ്ധിയായിട്ട് തരാനായിട്ട് ഞാൻ വന്നത്. പിശാചിനെ കുറിച്ച് വായിക്കുന്നവൻ കള്ളൻ, അവൻ അറുക്കാനും മൂടിക്കാനും വരുന്നത് നമ്മുടെ അകത്തെ ജീവൻ ഇല്ലാത്ത പരുവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ, നമ്മുടെ അകത്തെ ആത്മജീവനെ നശിപ്പിക്കുക പിശാചിന്റെ ടാർഗറ്റാ. ഇനി ഒരു കാര്യം കൂടെ ചെവി തുറന്ന് കേട്ടു. നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്റെ സാമ്പത്തികത്തിനെതിരായിട്ടാ പിശാചിന്റെ പോരാട്ടം. ഒന്നുമല്ല. പിശാച് പൈസ തരും. പിശാചിന് നമുക്ക് 10 രൂപ ഉണ്ടെങ്കിൽ പിശാചിന് എന്തോ ദോഷം? അവനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് നല്ല വണ്ടിയുണ്ട്, ലക്ഷറി ടയറുണ്ട്, വലിയ ബംഗ്ലാവുണ്ട്, പിശാചിന് എന്തോ ദോഷം? ഒന്നുമില്ല. പിശാചിന്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്നറിയാമോ? ഇവനെ ഒരു ആത്മീയനായിട്ട് ഞാൻ മുമ്പോട്ട് വിടത്തില്ല, ഇവന് പരിശുദ്ധാത്മാവായിട്ട് ബന്ധം ഉണ്ടാവാൻ പാടില്ല. ഇതാണ് നമ്മുടെ ചലഞ്ച്, ഇതാണ് നമ്മുടെ ആത്മയുദ്ധം. ഇന്ന് രാത്രി ഈ യുദ്ധത്തിൽ ജയിക്കുന്ന ദൈവമക്കൾ ഇതിനകത്ത് നിലനിൽക്കട്ടെ. ഈ ഒരു മേഖലയ്ക്കകത്ത് വേറൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഒരു ആത്മ മനുഷ്യനായി എഴുന്നേൽക്കാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ സംസാരിക്കുന്ന വ്യക്തി നമ്മുടെ ദൈവമാകട്ടെ. നമ്മൾ ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്നത് ദൈവത്തിന്റെ കൂടെ ആകട്ടെ. വചനത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ വചനം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വചനം എടുത്തുകൊണ്ട് ഞാനിപ്പോ ഇരിക്കുമ്പോ ഞാൻ ആരുടെ മുമ്പിലാണ് ഇരിക്കുന്നത്? ഞാൻ ദൈവത്തിന് മുമ്പിലായിരിക്കുന്നത്. അങ്ങനെയുള്ള ഗൗരവത്തോടെ ഈ വചനത്തിന് മുമ്പിൽ ഇരുന്നിട്ടുണ്ടോ? ഇല്ല, ഇരുന്നോട്ടിരിക്കണം. നമുക്കിപ്പോ യൂട്യൂബാ വലുത്, നമുക്കിപ്പം റീൽസ് ഒക്കെ കാണുന്ന വലിയ സന്തോഷം. അതൊക്കെ കണ്ടേച്ച് ഒറ്റയ്ക്കിരുന്ന് പൊട്ടനെ പോലെ ചിരിക്കുന്നതൊക്കെ നമുക്കിപ്പോഴത്തെ വലിയ ആനന്ദം എന്ന് പറയുന്നത് അല്ലെ. ഇന്നത്തെ പിള്ളേരൊക്കെ ഇരുന്നിങ്ങനെ വീഡിയോ ഒക്കെ കണ്ടിച്ച് ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ സത്യത്തിൽ ഇവന് വട്ടാണെന്ന് തോന്നും. സോ ദൈവമക്കളെ, നമ്മുടെ ഭ്രാന്ത്, നമ്മുടെ ആവേശം, നമ്മുടെ മത്ത് ദൈവത്തിനാവട്ടെ. നമ്മുടെ തലയ്ക്കകത്തെ ഭ്രാന്ത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാവട്ടെ, ദൈവിക കാര്യങ്ങളെ കുറിച്ചാവട്ടെ. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മൾ അല്പ നിമിഷം പ്രാർത്ഥിക്കാൻ പോവാം. നമുക്ക് വേണ്ടിയത് എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവിന്റെ ഗിഫ്റ്റ്, പരിശുദ്ധാത്മാവിന്റെ ഫ്രൂട്ട് നമ്മുടെ അകത്ത് വരണം. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വരുമ്പോൾ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യം ഇതാണ്, പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വരുമ്പോൾ ഈ ലോകത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മളെ സെപ്പറേറ്റ് ചെയ്യും. പരിശുദ്ധാത്മാവ് ലോകത്തിലുള്ള കാര്യങ്ങളിൽ നമ്മളെ സെപ്പറേറ്റ് ചെയ്ത് നമ്മളെ ഒരു സ്പിരിച്വൽ മനുഷ്യനാക്കും. അതാണ് പരിശുദ്ധാത്മാവിന്റെ രണ്ടാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞ എന്തുവാണ്? പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വരുമ്പോൾ ദൈവമായിട്ട് നമ്മളെ കണക്ട് ചെയ്യും. ആ കണക്ഷനകത്ത് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ലോകമായിട്ട് നമ്മളെ ഡിസ്കണക്ട് ചെയ്യും. ഡീമോണിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ വിടത്തില്ല. പൈശാചികമായ കാര്യങ്ങളിലേക്ക് നമ്മളെ വിടാതെ ആത്മീകമായ കാര്യങ്ങളിലേക്ക്, പാപത്തെക്കുറിച്ച് ബോധം വരുത്തും, നീതിയെക്കുറിച്ച് ബോധം വരുത്തും, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തും, സകലത്തും നമുക്ക് ഉപദേശിച്ചു തരും. അങ്ങനെ ഒരു നല്ല ഉപദേഷ്ടാവ്, ഒരു ബെസ്റ്റ് കൗൺസിലർ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവിന്റെ മറ്റൊരു പേരാ കൗൺസിലർ. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മളെ വഴി നടത്തും. ഇനി അടുത്ത സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റിനെ കൊണ്ടുവരും. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 തൊട്ടുള്ള വാക്യങ്ങൾ അത് പിന്നീട് വായിച്ചാൽ മതി, വായിക്കണമെന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവുക. പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വരുമ്പോൾ കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവിന്റെ ഫ്രൂട്ടുകളാണ്, ആത്മാവിന്റെ ഫലങ്ങൾ. എന്താണ് ആത്മാവിന്റെ ഫലങ്ങൾ? എൻ്റെ കൂടെ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞു. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ഇന്ദ്രിയജയം, പരോപകാരം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള 9 കൂട്ടം കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് കൊണ്ടുവരുന്ന ഫലങ്ങളാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇത് എന്തൊക്കെ ഉണ്ടാവണം? ഈ പറയപ്പെട്ട സ്നേഹം ഉണ്ടാവണം, സന്തോഷം ഉണ്ടാവണം. പേര് സന്തോഷം എന്നാണെങ്കിലും മുഖത്ത് നോക്കി ഒരു സന്തോഷം കാണത്തില്ല. ആ പരുവത്തിൽ ദൈവാത്മാവിന്റെ പ്രവൃത്തിയല്ലത്. ചിലർ ഇവിടെയൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ട് ഖുഷി എന്ന് പേര്. ഖുഷി എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നാണ്. ഖുഷി എന്നൊക്കെ പേരായിരിക്കും, പക്ഷെ ഇവരുടെ മുഖത്ത് നോക്കിയാൽ നമ്മുടെ ഖുഷി കൂടെ പോകും. ആ രീതിയിലായിരിക്കുന്നു. സോ ആത്മസന്തോഷം ഉള്ള ഒരാളുടെ മുഖത്ത് നോക്കിയാൽ അറിയാം. ആ ഒരു വ്യക്തി സംസാരിക്കുന്നത് കേട്ടാൽ അറിയാം. ആ വ്യക്തിയുടെ കൂട്ടത്തിൽ ഇരുന്നാൽ നമ്മൾ തന്നെ അറിയാതെ ചാർജ് ആയി പോകും. അങ്ങനെ ഒരു ആത്മ നിലവാരത്തിലേക്ക് നമ്മൾ വരട്ടെ. സ്നേഹം നമ്മുടെ അകത്ത് ഉണ്ടാകട്ടെ, സന്തോഷം നമുക്ക് ഉണ്ടാകട്ടെ, ദീർഘക്ഷമ ഉണ്ടാകട്ടെ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഞാൻ മുഖത്ത് നോക്കി പറയുന്നത്, ഇതൊക്കെ ആത്മാവിന്റെ പ്രവൃത്തിയല്ല, ഇത് ജഡത്തിന്റെ പ്രവൃത്തിയാണ്. ഇല്ലേ? നമുക്ക് ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ? പ്രത്യേകിച്ച് നമ്മളിങ്ങനെ പലരും അത് പറയുന്നതിനകത്ത് അഭിമാനിക്കുന്നവരാ. എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ മുഖത്ത് നോക്കി പറയും. എടാ, ഈ മുഖത്ത് നോക്കി പറയുന്ന ആത്മാവിന്റെ ഫലമല്ല, നീ ജഡികനാന്നുള്ളതിന്റെ തെളിവാണ്. അങ്ങനെയൊക്കെ മുഖത്ത് നോക്കി പറയുന്ന ശീലമൊക്കെ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ദീർഘക്ഷമയുള്ള ആളാണ്. ദീർഘക്ഷമ, പരോപകാരം, ദയ, ഇതൊക്കെ പരിശുദ്ധാത്മാവിന്റെ ക്വാളിറ്റീസ് ആണ്.
ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേൾക്കുന്ന നമ്മുടെ അകത്ത് ഞാൻ ഒരു കാര്യം ഇറക്കി പറയാം, നിങ്ങൾ അതിനെ തെറ്റായിട്ട് ധരിക്കരുത്. അന്യഭാഷ പറയാൻ പറ്റിയില്ലേലും ഈ ദയയും ദീർഘക്ഷമയും പരോപകാരവും ഈ ആത്മാവിന്റെ ഗുണങ്ങളൊക്കെ നമ്മുടെ അകത്ത് വരട്ടെ. ഞാൻ നല്ല കടുക് പൊട്ടുന്ന പോലെ അന്യഭാഷ പറയും, ക്ഷമിക്കല്ലേ, ഗുണമുണ്ടോ? നിങ്ങൾക്ക് വേറൊരു ആത്മീയ സത്യം ഞാൻ പറയാം, ആരോടും പറയല്ലേ. ഒരു ആത്മീയ സത്യം ഞാൻ പറയാം, ആരോടും പറയല്ലേ. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ആരോടും പറയല്ലേ. ഏറ്റവും കൂടുതൽ സഭയ്ക്കകത്ത് കടുക് പൊട്ടുന്ന പോലെ അന്യഭാഷ പറയുന്നവരായിരിക്കും അവസരം ഉണ്ടായി ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നത്. വേണേ ആ വഴക്കിന്റെ അവസാനം 4 തെറിയും കൂടെ ചേർത്ത് പറയും, യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഏറ്റവും കൂടുതൽ അന്യഭാഷ പറയുന്നവരെ ശ്രദ്ധിച്ചോണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അന്യഭാഷ പറയുന്നവരാണ് നിർത്തണമെന്നല്ല എന്റെ അർത്ഥം. അന്യഭാഷയും പറയും സംഭവിക്കുന്നുണ്ട്. സോ ഇത് നമ്മൾ മാച്ച് ചെയ്യുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? നമ്മൾ തഴക്കത്തിലും പഴക്കത്തിലും ഇങ്ങനെ പോവുക. സത്യത്തിൽ ഒരു ആത്മാവിന്റെ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ അകത്ത് വരട്ടെ. ആള് മാറിയവനെ പോലെ ഒരു വലിയ ചേഞ്ച് നമുക്ക് തന്നെ തോന്നട്ടെ, എന്റെ അകത്തൊരു ചേഞ്ച് വന്നെന്ന്. പ്രൈസ് ഗോഡ്. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റും. ഇന്നോട്ടൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചാലോ? ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചൊരു ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ അകത്ത് വന്നാൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് അതിന്റെ ട്രാൻസ്ഫോർമേഷൻ അറിയാൻ പറ്റും. നമ്മൾ ചെല്ലുന്ന സഭയ്ക്കകത്ത് അതിന്റെ വ്യത്യാസം അറിയാൻ പറ്റും. ഓ ജീസസ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി അങ്ങനെ ഒരു വലിയ ഇതൊക്കെ ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് വണ്ടിയും വെള്ളമൊക്കെ തന്നേച്ച് നമ്മളെ വലിയ ആർഭാടമായിട്ട് നിൽക്കുന്നതല്ല ദൈവത്തിന്റെ ഇന്നത്തെ പുതിയ നിയമത്തിന്റെ കോൺസെപ്റ്റ്. അതല്ല. നമ്മളെ ആത്മീയന്മാരായി ഒരു വണ്ടിയില്ല, ഒരു വള്ളവും ഇല്ലേലും കർത്താവിനോട് പറയണേ, എനിക്ക് ആത്മാവിനെ വേണം, ആത്മാവ് മാത്രമേ നിന്ന് നെടുക്കരുത്. അങ്ങനെ പ്രാർത്ഥിക്കാവോ? വണ്ടിയൊക്കെ തന്നെ വരും, വള്ളമൊക്കെ തന്നെ വരും, ചെയ്യേണ്ട കാര്യമൊക്കെ ദൈവം ചെയ്യും. ഞാൻ എന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം എന്റെ വീടിന്റെ മുമ്പില് ഒരു പുള്ളിക്കാരൻ, എനിക്ക് ഇവിടെ എല്ലാം ഡൽഹിയിലൊക്കെ സ്ഥലമില്ല, വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ വളരെ കുറവാണ്. അപ്പൊ ഞാൻ എന്റെ വീടിന്റെ താഴെ എനിക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ്. അപ്പം എന്റെ കാറില്ല, എനിക്ക് ബൈക്ക് മാത്രമേ ഉള്ളൂ. സോ ഞാൻ ബൈക്ക് പാർക്ക് ചെയ്യുന്നിടത്ത് എന്റെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് വീടിന്റെ ആളെ എന്റെ വീടിന് മുമ്പിൽ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തേക്കാം. അപ്പൊ ഞാൻ ഇവിടെ വരുന്ന സമയത്ത് അങ്ങനെ പാർക്ക് ചെയ്തേക്കാം. ഞാനൊന്നും പറയാൻ പോയില്ല, ഞാൻ മാറ്റി വേറെ വണ്ടി ബൈക്കല്ലേ ഉള്ളൂ, എവിടെയെങ്കിലും കൊണ്ട് വെക്കാം. ഞാൻ അങ്ങനെ വെച്ചോണ്ടിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ എന്റെ വീടിന്റെ മുമ്പിൽ വണ്ടി വെക്കേണ്ട സ്ഥലത്ത് ഞാൻ വണ്ടി വെച്ചു. എനിക്കറിയാം 2 പ്രാവശ്യം പുള്ളി എന്റെ ബൈക്കിന്റെ ബോണറ്റ് തല്ലിപ്പൊട്ടിച്ചു, എന്റെ ഹെഡ് തല്ലിപ്പൊട്ടിച്ചു. എനിക്ക് തോന്നി ഇവനോട് ചെന്നൊന്നും പറയാമെന്ന്. പക്ഷെ ഇവന്റെ പ്രകൃതി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവനോട് സംസാരിച്ച വഴക്കല്ലേ തീരത്തുള്ളൂ. അത് ചെയ്യുന്നത് ബുദ്ധിയല്ല. അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല. അവരുടെ അത്രയും ശരീര വലിപ്പം എനിക്കില്ലാത്തതുകൊണ്ട് അത് ബുദ്ധിയല്ല എന്ന് എനിക്ക് തോന്നി. ഞാനൊന്നും മിണ്ടിയില്ല. പിന്നീട് ഞാൻ വിചാരിച്ചു പോലീസിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യാം. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് എന്റെ അടുത്ത് പറഞ്ഞടാ, ഒരു ദൈവദാസനായിട്ട് എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്റെ കംപ്ലൈന്റ് പറയാം, ദാറ്റ്സ് നോട്ട് ഗുഡ്. എനിക്കത് അകത്തുനിന്ന് ഒരു സംതൃപ്തി തന്നില്ല. ഞാൻ മിണ്ടാതിരുന്നു. ഒരു കാര്യം ഞാൻ പറയാൻ പോയില്ല. ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം നാട്ടിൽ വരേണ്ട, ഒരു 5 ദിവസം നാട്ടിൽ വരേണ്ട ആവശ്യമുണ്ട്. ഞാൻ നാട്ടിൽ വന്നിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ വന്ന് നോക്കിയപ്പോൾ അവന് 2 വണ്ടി ഉണ്ടായിരുന്നു. ഒന്ന് അവന്റെ വീടിന്റെ മുമ്പിൽ പാർക്ക് ചെയ്ത്, ഒന്ന് എന്റെ സ്ഥലത്ത് പാർക്ക് ചെയ്തിരിക്കുക. ഞാൻ നോക്കുമ്പോൾ ആ വണ്ടി രണ്ടും കാണുന്നില്ല. ഞാൻ വൈഫിനോട് ചോദിച്ചു എന്താ സംഭവിച്ചു, വണ്ടി കാണുന്നില്ല. അവന്റെ 80 വയസ്സ് പ്രായമുള്ള ഒരു അപ്പച്ചനെ ഒറ്റയ്ക്ക് വീട്ടിലാക്കി വെച്ച ഭാര്യയും ഭർത്താവും കൂടെ 2 വണ്ടി എടുത്തുകൊണ്ട് എങ്ങാണ്ട് പോയി. ഇന്ന് വരെ ഞാൻ ആ വീട്ടിലെ കണ്ടിട്ടില്ല. ഇവിടെ ഇന്ന് വരെ ആ മനുഷ്യനെ കണ്ടിട്ടില്ല. നമ്മൾ പല കാര്യങ്ങളിൽ സൈലന്റ് ആയി പുറകോട്ട് മാറാമെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ഡീൽ ചെയ്യും. നിങ്ങൾ ഒരു വ്യക്തിയോട് ഒരു കാര്യവും പറയാൻ പോകല്ലേ. നമ്മുടെയൊക്കെ മനുഷ്യന്റെ പ്രകൃതി എന്താണെന്നറിയാം. ഒരാൾ നമ്മളോട് 4 ചീത്ത പറഞ്ഞാൽ നമ്മൾ തിരിച്ചു പറഞ്ഞില്ലേ നമുക്കൊരു മനസ്സുഖമില്ല, രാത്രി കിടന്ന് ഉറക്കം വരത്തില്ല. ഇനി പറയാൻ പറ്റിയില്ലെന്ന് വിചാരിച്ചോ, രാത്രി ചെന്ന് കട്ടിലെ കിടക്കുമ്പോഴായിരിക്കും നമ്മൾ ഓർമ്മ വരുന്നത്, ഇങ്ങനെ പറഞ്ഞായിരുന്നു അവൻ ഇച്ചിരി കൊള്ളുമായിരുന്നു, ഇങ്ങനെ ആയിരുന്നു പറയേണ്ടതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഈ അകത്ത് തികട്ടുന്നത് അപ്പോഴാണ്, രാത്രി കിടക്കുമ്പോഴാണ്. ഇതൊന്നിനും നമ്മൾ പോകേണ്ട കാര്യമില്ല. തെറി പറഞ്ഞോട്ടെ, മിണ്ടാതിരിക്കാൻ. ഇതൊക്കെ നമ്മുടെ അകത്ത് കൊണ്ടുവരുന്ന ആരാന്നറിയാമോ? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അകത്തുണ്ടെങ്കിൽ നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അകത്തില്ലേ, നമ്മൾ ജഡികനാണെങ്കിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല. നമ്മളെ കൈയൊക്കെ തിരിച്ചു ഞാനവിടെ പറഞ്ഞു, നമുക്ക് ഈ ആത്മസംതൃപ്തി അകത്തുനിന്ന് കിട്ടും. ദൈവാത്മാവിന് സംതൃപ്തി കൊണ്ടുവരുന്ന കാര്യമല്ല അത്. സോ ഇന്ന് രാത്രി ഞാൻ പറയുന്നതിന്റെ ചുരുക്കം ഇത്രയും മാത്രമേ ഉള്ളൂ. നമ്മുടെ അകത്ത് ഈ ഫ്രൂട്ട് വരട്ടെ. പരിശുദ്ധാത്മാവ് ഒരുവന്റെ അകത്തുണ്ടെങ്കിൽ അവന്റെ അകത്ത് ഫ്രൂട്ട് ഉണ്ടാവും. പ്രാർത്ഥിക്കാമോ? കർത്താവ് എന്റെ അകത്ത് ഈ ഫ്രൂട്ട് എനിക്ക് ദീർഘക്ഷമ തരണമെന്ന് പ്രാർത്ഥിക്കാമോ? അതാ ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മുടെ ഡയറി വലിച്ചു കീറിയാൽ തന്നെ നമ്മൾ രക്ഷപ്പെടും. ആരാണ്ട് വന്നേച്ച് പ്രസംഗിച്ചതാ, പറഞ്ഞു കേട്ടതാ, എന്തോ എഴുതി വെച്ച് പ്രാർത്ഥിക്കണം, അതും വെണ്ടയ്ക്ക അക്ഷരത്തിൽ. നമ്മൾ ഇങ്ങനെ വലിയ ഡയറി എഴുതി വെച്ചോണ്ടിരിക്കുക. എത്ര കാലമായെന്നറിയ ഡയറി പിടിച്ചോണ്ടിരിക്കാൻ. കർത്താവിന്റെ വരവ് വരെ ഡയറിയും പിടിച്ചോണ്ടിരിക്കുന്നതല്ലാതെ കർത്താവിന് നമ്മെ കൊണ്ടൊരു പ്രയോജനം ഉണ്ടാകത്തില്ല. പണ്ടാണ്ട് പറഞ്ഞതുപോലെ അത്തക്കാല് പിടിക്കത്തുമില്ല, അത്താഴത്തിന് മുട്ടത്തുമില്ല എന്നുള്ള പരുവത്തിൽ നമ്മളിങ്ങനെ പോകും. നമ്മളെ ഇതിനല്ല കർത്താവ് വിളിച്ചത്. ഇന്ന് രാത്രി ആത്മാവിന്റെ ആ ഒരു ഫലം നമ്മുടെ അകത്തുണ്ടായാൽ അടുത്ത സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? ആത്മാവിന്റെ ഗിഫ്റ്റ് നമ്മുടെ അകത്തുണ്ട്. ആത്മാവിന്റെ വരങ്ങൾ, ആത്മാവിന്റെ ഗുണങ്ങൾ ആദ്യം ഉണ്ടാകണോ അകത്ത്? ആത്മാവിന്റെ എന്താ പറയുക, ഫലങ്ങളെന്നാണ് ബൈബിൾ പറയുന്നത്. ആത്മാവിന്റെ ഫലങ്ങൾ ആദ്യം. ആത്മാവിന്റെ ഫലം ഉണ്ടായാൽ പിന്നീട് നമ്മുടെ അകത്തുനിന്ന് വെളിപ്പെടുന്നത് ആത്മാവിന്റെ ഗിഫ്റ്റുകളായിരിക്കും.
ആത്മാവിന്റെ ഗിഫ്റ്റുകൾ എന്തൊക്കെയാ? കൊടുക്കാനുള്ള വരം, വീര്യപ്രവർത്തിക്കുള്ള വരം, വിശ്വസിക്കാനുള്ള വരം, ഇങ്ങനെയുള്ള ദൈവ പ്രവർത്തികളിലേക്ക് ദൈവം നമ്മളെ നയിക്കും. ഇതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പുതിയ നിയമത്തിലെ ശുശ്രൂഷ അതാ. പുതിയ നിയമത്തിലെ ശുശ്രൂഷ ദൈവദാസന്മാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, പാസ്റ്ററിന് വേണ്ടി മാത്രമുള്ളതല്ല. നമ്മൾ എല്ലാവരും ശുശ്രൂഷകന്മാരാ. അവൻ നമ്മളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകാൻ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവർ എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകനാണ്? സഭയിലെ പാസ്റ്റർ മാത്രമല്ല. അതുകൊണ്ട് നാളെ ചെന്ന് പാസ്റ്ററോട് വഴക്കുണ്ടാക്കല്ലേ. പാസ്റ്ററിന്റെ അധീനതയിൽ ഇരുന്നുകൊണ്ട് സബ്മിസീവായിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അത് വേറൊരു കാര്യം, അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ചിന്തിക്കാം. സോ നമ്മുടെ അകത്ത് ഗിഫ്റ്റുകൾ പകരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവിന്റെ അകത്ത് ഗിഫ്റ്റുകളെല്ലാം ഉണ്ട്. ഹീൽ ചെയ്യുന്ന വരങ്ങള്, പിന്നെ വിവേചന വരങ്ങള്, പ്രവചന വരങ്ങള്, വെളിപ്പാട്, ഇങ്ങനെയുള്ള ഒത്തിരി ഗിഫ്റ്റുകളുണ്ട് പരിശുദ്ധാത്മാവിന്. ഈ ഗിഫ്റ്റുകൾ പ്രാപിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. പൗലോസ് പറയുന്നുണ്ട്, വിശേഷാൽ പ്രവചനപരം വാഞ്ചിപ്പീൻ. ആരോടാ പറയുന്നത്? സഭയിലുള്ള വിശ്വാസികളോടാ പറയുന്നത്. നമുക്കിപ്പം എന്റെ കാര്യം നാളെ എന്തോ ആകും എന്നുള്ളത് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ? നമ്മൾ ഈ ലോകത്തിലുള്ള പ്രവാചകന്മാരെ മുഴുവൻ വിളിക്കും. എവിടെയെങ്കിലും ഒരു പ്രവാചകൻ വരുന്നുണ്ടെന്ന് കേട്ടാൽ പിന്നെ അവിടെ സൂമിനകത്താണെങ്കിൽ പോലും ഇടിയായിരിക്കും. എന്താണെന്നറിയോ? നമ്മുടെ കാര്യം നടക്കുമെന്നറിയാം. ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റുമായിട്ട് നമുക്ക് ബന്ധമൊന്നുമില്ല. നമുക്കിതൊക്കെ പ്രാപിക്കാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തയൊന്നുമില്ല. അതൊന്നും നമുക്ക് വിഷയമല്ല. എനിക്ക് എന്റെ കാര്യം നാളെ നടക്കുമെന്ന് അറിയണം. ദൈവമക്കളെ, നിങ്ങൾ തന്നെ പറ, നമുക്ക് മാനസാന്തരപ്പെടേണ്ട ആവശ്യമുണ്ടോ? അല്ലേലോട്ട് കൈ വെച്ച് പറ, എടാ മാനസാന്തരപ്പെട് എന്ന് പറ. മാനസാന്തരപ്പെടും. നമുക്ക് പ്രവചനമൊന്നും അല്ല വേണ്ടിയത്, നമുക്ക് ആത്മാവുമായിട്ടുള്ള ബന്ധമാണ് വേണ്ടിയത്. ആത്മാവുമായിട്ടുള്ള ബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ നാളെ നിങ്ങളുടെ ലൈഫിൽ എന്തോ നടക്കും എന്നുള്ള ദൈവാത്മാവ് നിങ്ങൾക്ക് സ്വപ്നത്തിൽ പറഞ്ഞു തരും. താല്പര്യമുണ്ടോ? ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കാം. ദൈവം ഇന്ന് രാത്രി നിങ്ങളുടെ സ്വപ്നത്തിന്റെ റിലേ ഓപ്പൺ ചെയ്യും. എനിക്ക് നല്ല വിശ്വാസമാണ്. സ്വപ്നത്തിലൂടെ ദൈവം സംസാരിക്കും. നിങ്ങൾ നാളെ ഒരു തെറ്റ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്, പിശാച് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവാത്മാവ് സ്വപ്നത്തിൽ നിങ്ങൾക്കത് പറഞ്ഞു. നമുക്ക് ഈ ലെവലിലുള്ള സ്പിരിച്വാലിറ്റിയാണ് വേണ്ടിയത്. ദൈവവുമായിട്ട് ബന്ധമില്ല. ആ ദൈവം തരുന്ന കാറ് കൊണ്ട് എന്തോ പ്രയോജനം? ആ ദൈവം തരുന്ന നന്മ കൊണ്ട് എന്തോ പ്രയോജനം? ഇന്ന് കർത്താവിനോട് പറയാൻ പറ്റുമോ? ഹൃദയത്തിൽ തട്ടി ഒന്ന് പറയാൻ പറ്റുമോ? കർത്താവേ, എനിക്കൊന്നും തന്നില്ലേലും എനിക്ക് പരിശുദ്ധാത്മാവിനെ തരണമെന്ന് പറയാമോ? ജീസസ്. പരിശുദ്ധാത്മാവിനെ വേണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ ആഴം മനസ്സിലാക്കാൻ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. പരിശുദ്ധാത്മാവ് നദിയാണെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ. ഈ പരിശുദ്ധാത്മാവ് ഒരു നദി പോലെ ഇങ്ങനെ ഒഴുകാന്ന് വിചാരിച്ചു. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായത്തിന്റെ 1 തൊട്ട് നിങ്ങൾ ഇന്ന് രാത്രി വായിക്കണം. അവിടെ പരിശുദ്ധാത്മാവിന്റെ നദി ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു നദിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഒരു വലിയ നദിയാ. ആ നദിയിൽ പ്രവാചകനോട് എന്താ പറഞ്ഞതെന്നറിയാം? ഒരു പുരുഷൻ കയ്യിൽ ചരടുമായിട്ട് വന്നിച്ച് പറഞ്ഞു. പുള്ളി 1000 മുഴം അളന്നിച്ച് പറഞ്ഞു ഇറങ്ങാൻ പറഞ്ഞു. 1000 മുഴം അളന്നപ്പോൾ നരിയാണിയോളമായി, പിന്നെ അളന്നപ്പോൾ മുട്ടോളമായി, പിന്നെ അത് അരയോളമായി, പിന്നെ നീന്തിട്ടല്ലാതെ കടപ്പം പോയത് വലിയൊരു നദിയിലേക്ക് പുള്ളി ഇറക്കി. ആ പ്രവാചകൻ നമ്മളാന്ന് വിചാരിച്ചു. ആത്മനദി ഇങ്ങനെ ഒരു വലിയ നദിയായിട്ട് ഒഴുകുക എന്ന് വിചാരിക്കുക. നമ്മൾ ആ നദിയുടെ തീരത്ത് നിൽക്കുക. ഒരു സ്പൂണ് കൊണ്ട് എന്ന് വെച്ചാൽ നദിയിൽ നിന്ന് വെള്ളം കോരി ടേസ്റ്റ് ചെയ്താലും ടേസ്റ്റ് അത് തന്നെ, വെള്ളം അത് തന്നെ, ക്വാളിറ്റി അത് തന്നെ. ക്വാണ്ടിറ്റി മാത്രം വ്യത്യാസമുണ്ട്, അളവ് മാത്രം വ്യത്യാസമുണ്ട്. ഇനി നിങ്ങളൊരു ബക്കറ്റും കൊണ്ട് ചെന്ന് കോരി എന്ന് വിചാരിച്ചു, അപ്പോഴും നദിയിലെ വെള്ളം കൂടുതലാ. നമ്മുടെ കയ്യിലിരിക്കുന്ന ബക്കറ്റിലുള്ള വെള്ളത്തിന്റെ ക്വാളിറ്റി സെയിമാ, അതിന്റെ ടേസ്റ്റ് സെയിമാ, പക്ഷെ ക്വാണ്ടിറ്റി മാത്രം വ്യത്യാസമുണ്ട്. ഇനി നിങ്ങളൊരു ട്രക്ക് കൊണ്ടുവന്നിട്ട് വെള്ളം എടുത്തുകൊണ്ട് പോകാന്ന് വിചാരിച്ചു, ക്വാണ്ടിറ്റി മാത്രം അല്പം കൂടിയതേ ഉള്ളൂ, എന്നാലും ഇപ്പോഴും വിശാലത ഭയങ്കരമായിട്ട് കിടക്കുക. ഇനി നിങ്ങൾ ആ വെള്ളത്തിലോട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു, ഇപ്പൊ നിങ്ങളെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പരിശുദ്ധാത്മാവാകുന്ന നദി ഇങ്ങനെ ഒഴുകുക. അതിന്റെ നരിയാണിയോളമാകുന്ന ലെവലിൽ നിങ്ങൾ ഇറങ്ങിയാലും ആത്മനദിയില്ല, വ്യത്യാസമില്ല. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെഡ്നെസ്ഡേ എന്ന് 4 അന്യഭാഷ പറയുന്നുണ്ടാവാം. നമ്മൾ നദിക്കകത്താണ് നിൽക്കുന്നത്, പക്ഷെ നദിയുടെ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടില്ല. നീ മുട്ടോളം ഇറങ്ങിന്ന് വിചാരിച്ചു, അപ്പോഴും നദിയുടെ പൂർണ്ണ ആ ഒരു ആഴം നമുക്ക് പിടികിട്ടിട്ടില്ല. നദിയിലാണ് നമ്മള്. നിങ്ങൾ നിങ്ങളെ തന്നെ ആലോചിച്ച് നോക്കിയേ. പരിശുദ്ധാത്മാവിന്റെ നദി ഇങ്ങനെ വലിയ ഭയങ്കര വിശാലതയിൽ കിടക്കുക. നമ്മൾ എവിടാ നിൽക്കുന്നത്? കരയ്ക്ക് നിന്നുകൊണ്ട് കാലുകൊണ്ട് പിള്ളേരൊക്കെ കാണിക്കുന്ന പോലെ വെള്ളത്തിലോട്ട് ഇറങ്ങുമ്പോഴേ ആഴത്തിലോട്ട് ഇറങ്ങാൻ പേടിയാണ്. കാലുകൊണ്ട് ഇങ്ങനെ തട്ടിക്കളിക്കും. നല്ല രസമാണ്. നമ്മുടെയൊക്കെ രസം മിക്കവാറും ഇവിടം വരെ ഉള്ളൂ. ഇന്ന് രാത്രി ഹൃദയം കൊണ്ട് തീരുമാനിച്ചിട്ട് ആഴത്തിലേക്ക് ഒന്ന് ഇറങ്ങാമോ? ജീസസ്. പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഈ ആഴം ഉണ്ടെങ്കിൽ എനിക്ക് ഈ ആഴം വേണം, ഈ ആഴത്തിലേക്ക് ഞാൻ ഇറങ്ങാം. നിങ്ങൾക്കറിയാം, ഒരിക്കലും ഒരു ദൈവദാസൻ പറഞ്ഞൊരു കാര്യം, ദൈവാത്മാവിന് ഒരു വ്യക്തിയുടെ അകത്ത് വന്നിട്ട് ആ വ്യക്തിയെ എത്രമാത്രം ശക്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് ഇന്ന് വരെ ലോകത്തിൽ ആർക്കും പിടികിട്ടിട്ടില്ല.
അപ്പൊ എന്തുമാത്രം വിശാലതയുണ്ടെന്ന് ആലോചിക്കുക. മരിച്ചവരെ ഉയർപ്പിച്ചവരും ഭയങ്കര ശുശ്രൂഷ ചെയ്തവരും ഒക്കെ ലോകത്തിലുണ്ട്. അപ്പോഴവർ ദൈവദാസൻ പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ലെവൽ അതൊന്നുമല്ല, അതിനേക്കാളും മേളില. അപ്പൊ അങ്ങനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാൽ ബില്ലി ഗ്രഹാം എന്ന് പറയുന്ന ദൈവദാസൻ ലോകത്തിൽ ഏറ്റവും അധികം കോൺഗ്രിഗേഷനോട് സംസാരിച്ച ഒരു മനുഷ്യനാണ് ബില്ലി ഗ്രഹാം. ലോകം അറിയപ്പെടുന്ന സുവിശേഷകനാണ്. ആ ദൈവദാസൻ പോലും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയുടെ പൂർണ്ണ രൂപം ഇതുവരെ കണ്ടിട്ടില്ലെന്ന്. അപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്നതെന്ന് ആലോചിക്കുക. ഓ ജീസസ്. ഇന്ന് രാത്രി ദൈവമക്കളെ നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിച്ചാലോ? എനിക്കറിയാം നിങ്ങൾക്ക് ആവേശം കാണത്തില്ല, കാരണം നമ്മൾ ഈ വിടുതലിന്റെ സൗഖ്യത്തിന്റെ ദൂതൊന്നും അല്ല പറയുന്നത്, അതുകൊണ്ട് ആവേശം അല്പം കുറവായിരിക്കും. പക്ഷെ ദിസ് ഇസ് ദ റിയാലിറ്റി. ഈ റിയാലിറ്റി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അതിനെ ഒന്ന് ഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടോ? രണ്ട് കാര്യങ്ങളുടെ വേഗത്തിലൊന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. രണ്ട് കാര്യങ്ങളുടെ വേഗത്തിലൊന്ന് പറയാം. ഒന്ന്, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരാത്മികനായാലും ഭൗതിക സഭയിൽ പോകുന്ന വ്യക്തിയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള ജീവിതമുണ്ട്. ഒന്ന്, നമ്മുടെ സ്പിരിച്വൽ ഐ ഓപ്പൺ ആയിരിക്കുന്ന ഒരു ജീവിതം, ആത്മിക കണ്ണ് തുറന്നിരിക്കുന്ന ഒരു അനുഭവം. രണ്ട്, ആത്മികമായിട്ടൊന്നും മനസ്സിലാകുന്നില്ല, കാഴ്ചയാൽ നമ്മൾ ജീവിക്കുന്ന ഒരു ജീവിതം. ബൈബിളിൽ തന്നെ നമുക്ക് അതിന്റെ തെളിവുകൾ കാണാൻ പറ്റും. ഞാൻ കാഴ്ചയാലല്ല വിശ്വാസാൽ, ആ ഒരു ലെവലുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ആത്മറിലത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ. ഇപ്പൊ ഞാൻ നിങ്ങളെ കാണുന്നു, നിങ്ങൾ ഒരാൾ എന്നോട് ഒരു കാര്യം പറയുന്നു, ആ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിപ്പം എന്താണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒരാളുടെ അടുക്കൽ പോകുന്നു, ആ വ്യക്തി നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിലിരിക്കുന്ന എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. ഇപ്പൊ പിശാച് നമുക്കെതിരായിട്ട് ഒരു കാര്യം ചെയ്യുന്നു, എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോഴേ നമുക്കറിയുള്ളൂ ഇങ്ങനെ സംഭവിച്ചു. പക്ഷെ പിശാച് എന്തോ പ്ലാൻ ചെയ്തതെന്ന് നമുക്കറിയത്തില്ല. അപ്പൊ കാഴ്ചയാൽ ജീവിക്കുന്ന ഒരു ജീവിതമുണ്ട്. ഈ കാഴ്ചക്കപ്പുറത്ത് ഇതിന്റെ കർട്ടന്റെ പുറകിൽ നടക്കുന്ന കാര്യങ്ങളെ ആത്മാവിൽ വെളിപ്പെട്ട് കിട്ടുന്ന ഒരു ജീവിതമുണ്ട്. അതിന് പറയുന്ന പേരാണ് സ്പിരിച്വൽ റിലം, ആത്മതലം. നമ്മൾ പലപ്പോഴും പാസ്റ്റർമാരൊക്കെ പറഞ്ഞു കേട്ടില്ലേ, ആത്മതലം. ഈ എന്തോ സാധനം എന്തുവാ? ഈ സാധനം എന്ന് പറയുന്നത് ഇതാണ്, ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങൾ ഒരാൾ എന്നെ അടിക്കാൻ വേണ്ടി അടുത്ത് വരിക എന്ന് വിചാരിച്ചു, നിങ്ങൾ എന്നെ അടിക്കാനാ വരുന്നത്, എനിക്ക് അങ്ങനെ മനസ്സിലാവും. ഇപ്പോഴാണെങ്കിൽ എന്നെ അടിച്ചു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവുള്ളൂ എന്നെ അടിക്കാനാ വന്നതെന്നുള്ളത്. പക്ഷെ ആത്മാവിന്റെ കണ്ണു തുറന്നൊരു വ്യക്തി, ആത്മറിലത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി അടുത്തോട്ട് വരുമ്പോഴേ ആത്മാവ് അകത്ത് പറയും, ഇവൻ നിന്നെ അടിക്കാനാ വരുന്നത്. നിങ്ങൾക്കെതിരായി പിശാച് നാളെ ഒരു കാര്യം പ്ലാൻ ചെയ്യുക. ഇതെങ്ങനെ നമുക്ക് മനസ്സിലാവുന്നേ? പ്രാർത്ഥിക്കുന്ന ദൈവവേദലെ ഒന്നുകിൽ വചനത്തിലൂടെ, അല്ലെ ആത്മാവിലൂടെ, അല്ലെങ്കിൽ ദർശനത്തിലൂടെ ദൈവാത്മാവ് തലേദിവസം നിങ്ങളോട് സംസാരിച്ചിരിക്കും. ആത്മാവിന്റെ കണ്ണ് തുറന്നിരിക്കുകയാണെങ്കിൽ. ഇനി മറ്റൊരു കാര്യം, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം അടുത്ത വർഷം പ്ലാൻ ചെയ്യുക, അല്ലെ അടുത്ത ദിവസങ്ങളിൽ പ്ലാൻ ചെയ്യുക. ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാവും? നമ്മുടെ അകത്തെ കണ്ണ് തുറന്നിരിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാവും. ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ ആത്മാവുമായിട്ട് കണക്ട് ചെയ്തിരിക്കേണ്ടതിന്റെ ആവശ്യകത? അതുകൊണ്ടാണ് പൗലോസ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്, അവൻ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരുമെന്ന്. ആരും നിങ്ങളെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് രാത്രി ഇങ്ങനെ ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ഗൗരവമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പോവാം. നിസ്സാരമായിട്ടല്ല, ഗൗരവമായിട്ട് വിഷയത്തിനോട് പ്രാർത്ഥിക്കാൻ പോവാം. പക്ഷെ അതിനു മുമ്പ് രണ്ടാമത്തെ കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വന്നാട്ടെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം വാക്യത്തിലേക്ക്. യോഹന്നാൻ 14:16. ഈ വാക്യം ഇത്രയും നേരം ഞാൻ പറഞ്ഞതിനേക്കാൾ ഏറ്റവും അതിപ്രധാനമായ കാര്യമാണ്. അതുകൊണ്ട് ഈ കാര്യം ഇത്രയും നേരം നിങ്ങൾ കേട്ടതിനേക്കാൾ ഗൗരവത്തോടെ ഈ കാര്യം കേൾക്കണം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം വാക്യം. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായകയാൽ അതിന് അവനെ ലഭിക്കാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ ഇരിക്കുകയും നിങ്ങളിൽ വസിക്കുകയും ചെയ്യുന്നതാകൊണ്ട് അവനെ അറിയുന്നു. ഈ ഭാഗം കൂടെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. ഈ ഭാഗത്തിന്റെ ഗൗരവം എന്താണെന്നറിയാമോ? നിങ്ങൾ ആ വാക്യം ഇംഗ്ലീഷിൽ വായിച്ചു നോക്കിയാൽ, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോയാൽ പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് അയച്ചു തരും. എന്നിട്ട് അവന്റെ താട്ട് വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അവൻ എന്നൊരു പ്രയോഗം നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. അവൻ എന്ന് പറയുന്ന പ്രയോഗം സാധാരണ ഒരു ആത്മാവിന് വേണ്ടിയോ ഒരു ശക്തിക്ക് വേണ്ടിയോ ഉപയോഗിക്കാറില്ല, ഇംഗ്ലീഷിന്റെ ഭാഷാ ശൈലി അനുസരിച്ച് അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കൽ നിയമം അനുസരിച്ച്. എപ്പോഴും ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഹി എന്നുള്ള പദം, അവൻ എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. അപ്പൊ യേശു പറഞ്ഞത് എന്തുവാ? യേശു പറഞ്ഞത്, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് തരും. പറയുന്നത് ലോകം അവനെ കണ്ടിട്ട്, അവനാരാ? പരിശുദ്ധാത്മാവ. ഓക്കെ, ഞാൻ പറയാൻ വരുന്ന കാര്യം എന്താണെന്നറിയാമോ?
യേശു പരിശുദ്ധാത്മാവിനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗമാണ് ഇവിടെ കാണുന്നത്. യേശു പരിശുദ്ധാത്മാവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാം? ഒരു കേവലം ആത്മാവായിട്ടല്ല, കേവലം ഒരു ശക്തിയായിട്ട് മാത്രമല്ല. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവിനെ ഒരു ശക്തിയായിട്ടും ഒരു ആത്മാവായിട്ടുമാണ്. പക്ഷെ യേശു പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേവലം ഒരു ശക്തിയായിട്ടും കേവലം ഒരു ആത്മാവുമായിട്ടുമല്ല, ശക്തിയും ആത്മാവുമായ ഒരു വ്യക്തിയായിട്ടാണ്. ഒരിക്കൽ കൂടെ പറയാം, പരിശുദ്ധാത്മാവിനെ കർത്താവ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു വ്യക്തിയായിട്ടാണ്. ആ വ്യക്തിക്കകത്ത് ശക്തിയുണ്ട്. ആ ശക്തി ഒരു ആത്മാവായതുകൊണ്ടാണ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത്. പക്ഷേ ആ വ്യക്തിത്വം ഒരു ആത്മാവുമാണ്, ഒരു പേഴ്സണുമാണ്, ഒരു വ്യക്തിയാണ്. ഈ കാര്യത്തെ നമ്മൾ വളരെ ഗൗരവത്തോടെ ഒന്ന് കാണണം. എന്തുകൊണ്ടാണ് കാണണമെന്ന് അറിയാമോ? ഇപ്പൊ നിങ്ങൾ അവിടെ ഇരിക്കാന്ന് വിചാരിച്ചു, നിങ്ങളുടെ മുറിക്കകത്ത് നിങ്ങൾ ഇരിക്കുക. നിങ്ങളുടെ മുറിക്കകത്ത് നിങ്ങൾ മാത്രമല്ല ഇരിക്കുന്നത്, ഒരു വ്യക്തി നിങ്ങളുടെ മുറിയിലുണ്ട്. നിങ്ങൾ വണ്ടി യാത്ര ചെയ്യാൻ വിചാരിച്ചു, നിങ്ങൾ തന്നെയല്ല യാത്ര ചെയ്യുന്നത്, നിങ്ങളുടെ കൂട്ടത്തിൽ ആ കാറിനകത്ത് ഒരു വ്യക്തിയും കൂടെ ഉണ്ട്. കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല, അത് റിയാലിറ്റിയാണ്. ശക്തിയുള്ള ആത്മാവായ ഒരു വ്യക്തി നിങ്ങളുടെ മുറിക്കകത്തുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കാറിനകത്തുണ്ട്. നിങ്ങൾ എവിടെയായിരുന്നാലും ആ വ്യക്തിയുണ്ട്. കാരണം യേശു പറഞ്ഞത് അവൻ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കുന്ന, സോ ഫോർ എവർ 24/7 പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട്, എന്റെ കൂടെ ഉണ്ട്. ഇനി എന്റെ അടുത്ത ചോദ്യം ഇതാ, ഈ പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? കാണാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. നമ്മൾ പലപ്പോഴും കാണുന്നത് എന്താണെന്നറിയാം? എനിക്കൊരു ആവശ്യം വന്നാൽ ആത്മാവെ ചെയ്തേക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പരിശുദ്ധാത്മാവിനെ ഒരു ആത്മാവായിട്ട് ഡീഗ്രേഡ് ചെയ്താൽ പലപ്പോഴും കാണുന്നത്. ഇപ്പം നിങ്ങളുടെ തൊട്ടടുത്ത് ആത്മാവ് ഒരു വ്യക്തിയായിട്ട് ഇറങ്ങി നിൽപ്പുണ്ട് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെ ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുഭവിക്കുന്നതിന് 3 തലങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ പറ്റുന്നതിന് 3 തലങ്ങളുണ്ട്. ഒന്ന്, പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും, നമുക്ക് കേൾക്കാൻ പറ്റും. അതിന് പറയുന്ന പേരാണ് ഓഡിയബിൾ പ്രസൻസ് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ കേൾക്കാൻ പറ്റുന്ന ദൈവ സാന്നിധ്യം. 2, ദൈവത്തിന്റെ വിസിബിൾ പ്രസൻസ് ഓഫ് ഗാഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തിനെ കാണാൻ പറ്റുന്ന, ദർശിക്കാൻ പറ്റുന്ന ദൈവ സാന്നിധ്യം. ദൈവ സാന്നിധ്യത്തിന് അങ്ങനെ കൂടെ ലെവലുണ്ട്. ദൈവ സാന്നിധ്യത്തെ കാണാനായിട്ട് പറ്റും. ഓക്കെ. 3, പരിശുദ്ധാത്മാവിനെ സ്പർശിക്കാൻ, ഇംഗ്ലീഷ് പറയുന്നത് ടാഞ്ചബിൾ പ്രസൻസ് ഓഫ് ഗാഡ് എന്ന. ടാഞ്ചബിൾ എന്ന് പറഞ്ഞാൽ സ്പർശിക്കാവുന്ന ദൈവ സാന്നിധ്യം. ദൈവങ്ങളെ, ഞാൻ ഇത്രയും പറയുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ സൺഡേ മൺഡേ പൗഡേ എന്നൊക്കെ പറഞ്ഞു ഞാൻ എഴുന്നേറ്റ് പോകുന്ന ലെവലൊക്കെ മാറിയിട്ട് ഇന്ന് തൊട്ട് കർത്താവിനെ സ്പർശിക്കാൻ പറ്റുന്ന, കർത്താവിനെ കാണാൻ പറ്റുന്ന, കർത്താവിന്റെ ശബ്ദം മുറിക്കകത്ത് കേൾക്കാൻ പറ്റുന്ന ലെവലിലേക്ക് നമ്മുടെ സ്പിരിച്വാലിറ്റി മാറണം. എന്റെ കൂടെ നടക്കുമ്പോൾ നമ്മൾ പലപ്പോഴൊക്കെ പറയുന്നില്ല, ഇപ്പൊ ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഇവിടെ ഞാൻ പുറകോട്ട് തിരിഞ്ഞപ്പോ എന്റെ പുറകിൽ ഒരു നിഴല് പോലെ മാറുന്ന പോലൊക്കെ കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ഈ പിശാചിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയാറില്ലേ? ഇവിടെ ദൈവാത്മാവിന് അങ്ങനെ നമ്മുടെ മുറി വരാൻ പറ്റത്തില്ലേ? ദൈവാത്മാവിന് നമ്മളെ വന്ന് അങ്ങനെ തൊടാൻ പറ്റത്തില്ലേ? ദൈവാത്മാവിന് വന്ന് നമ്മുടെ തലയെ കൈ വെക്കാൻ പറ്റത്തില്ലേ? നമ്മളെ സ്പർശിക്കാൻ പറ്റത്തില്ലേ? ദൈവാത്മാവിന് നമ്മളോട് ഓഡിയബിളായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ലേ? ദൈവമക്കളെ, ഞാൻ ഈ പറയുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പ്രൈസ് ഗാഡ്. ഇനി ഈ വിഷ്വൽ പ്രസൻസ് ഓഫ് ഗാഡിനകത്ത്, ദർശിക്കാവുന്ന ദൈവ സാന്നിധ്യത്തിനകത്ത് വേറെ ചില കാര്യങ്ങളുണ്ട്. ഈ ദൈവത്തിന്റെ ദൂതന്മാരെ മുറിക്കകത്ത് വന്ന് കാണാൻ പറ്റുന്നുണ്ട്. ദൈവത്തിന്റെ ദൂതന്മാരെ, ഇതൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലേ? ബൈബിൾ വായിച്ചാൽ മതി, അതിനകത്തുള്ളതല്ല. മറിയയുടെ മുമ്പിൽ ദൂതൻ വന്നു, സ്വപ്നത്തിലും വന്നു, അല്ലാതെയും വന്നു, അല്ലേ? യോസഫിന്റെ അടുക്കൽ ദൂതൻ വന്നില്ലേ? യേശുവിന്റെ മരണസമയത്ത് കല്ലറയുടെ മുമ്പിൽ ദൂതന്മാരെ അവർ വന്ന് കണ്ട് നേരിട്ട് സംസാരിച്ചില്ലേ ദൂതന്മാരോട്? കൊർന്നല്യോസിന്റെ വീട്ടിൽ ദൂതൻ നടന്നു കയറി വരുന്നത് പുള്ളി കണ്ടു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ. 10-ാം അധ്യായം വായിച്ചു നോക്കി, അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, ഒരു ദൂതൻ നടന്നു വരുന്നത് താൻ കണ്ടെന്ന. ദൈവമക്കളെ, ഇങ്ങനെയുള്ള ഭാഗങ്ങളുമായിട്ടൊന്നും നമുക്ക് വലിയ ബന്ധമില്ല. നമുക്ക് ആ കൂടെ അറിയാവുന്നത് സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ കഴിഞ്ഞ പരിപാടി. ഞാൻ കളിയാക്കല്ല, നമ്മുടെ ഈ ആത്മ നിലവാരം ഇത് കഴിഞ്ഞ് മാറും. ദൈവത്തിന്റെ ആത്മാവിന് കടൽ പോലെ, നദി പോലെ വിശാലത കിടക്കുക. രാത്രി ആ വിശാലത പ്രാപിക്കാൻ മനസ്സുണ്ടോ? ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ദൈവാത്മാവ് ഒരു വ്യക്തിയായിട്ട് നിങ്ങളുടെ അടുക്കൽ ഉണ്ടെന്ന് പറഞ്ഞു. 24 മണിക്കൂർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുക്കൽ 24 മണിക്കൂർ ഉണ്ട്. ആ വ്യക്തിയോട് എത്ര മിനിറ്റ് നമ്മൾ സംസാരിക്കാറുണ്ട്? എത്ര മിനിറ്റ് നമ്മൾ സംസാരിക്കാറുണ്ട്? ഒരു ഉദാഹരണം പറഞ്ഞാൽ അത് മനസ്സിലാക്കാം. ഇപ്പോ നിങ്ങളും ഞാനും കൂടെ, നമ്മൾ 2 പേര് ഓരോരുത്തരിങ്ങനെ നടന്നു പോകാന്ന് വിചാരിച്ചു. നിങ്ങൾ എന്നെ വിളിച്ചു, നിങ്ങളുടെ വീട്ടിൽ വിളിച്ചു, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നു. ഞാൻ അവിടെ ഇങ്ങനെ ഒരു വ്യക്തിയായിട്ട് ഇരിക്കുക.
നിങ്ങൾ എനിക്ക് വെള്ളം വേണമെന്ന് ചോദിക്കുന്നില്ല, എനിക്ക് ഭക്ഷണം വേണമെന്ന് ചോദിക്കുന്നില്ല, വിശപ്പുണ്ടോ എന്ന് ചോദിക്കുന്നില്ല, ക്ഷീണമുണ്ടോ, വിശ്രമിക്കണമെന്ന് ചോദിക്കുന്നില്ല, ഒന്നും ചോദിക്കുന്നില്ല. നിങ്ങൾ അങ്ങനെ ഇരിക്കുന്നു, നിങ്ങളുടെ കാര്യങ്ങൾ നടത്തുന്നു, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, നിങ്ങൾ മറ്റു കാര്യങ്ങൾ തുണി അലക്കുന്നു, വീട്ടിലെ ക്ലീനിങ് നടത്തുന്നു, നിങ്ങൾക്ക് വിശന്നപ്പോൾ നിങ്ങൾ പോയി കഴിക്കുന്നു. എന്നെ അവിടെ ഒരു നോക്കുകുത്തിയ പോലെ അവിടെ ഇരുത്തിയേക്കുക. എനിക്ക് നാളെ നിങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ ആ വീട്ടിൽ വരുമോ? നിങ്ങളാണെ പോവോ? പോകത്തില്ല. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ കൂടെ അല്ലെ ഒരു വ്യക്തിയുടെ കൂട്ടത്തിൽ ഒരു 24 മണിക്കൂറും എവിടെയെങ്കിലും നടക്കാമെന്ന് വിചാരിച്ചു, അല്ലെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പോവുക, തമ്മിൽ സംസാരിക്കുന്നില്ല, തമ്മിൽ ഒരു കാര്യവും ചോദിക്കുന്നില്ല, ഡിസ്കസ് ചെയ്യുന്നില്ല. ആ വ്യക്തി നാളെ ഒരു അവസരത്തിൽ വിളിച്ചാൽ പോവോ? നിങ്ങൾ പോകത്തില്ല. മനുഷ്യരാരും പോകത്തില്ല. എന്താണെന്നറിയോ? നമ്മളെ ഇഗ്നോർ ചെയ്തു. ദൈവമക്കളെ, നിങ്ങൾ ആ കാര്യ ഗൗരവത്തോടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചിന്തിച്ചേ. 24 മണിക്കൂർ നമ്മുടെ കൂടെയുള്ള ആ പരിശുദ്ധാത്മാവിനോട് നമ്മൾ സംസാരിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. ആ പരിശുദ്ധാത്മാവിനോട് ഒരു കാര്യങ്ങളും ഭക്ഷണം വേണമെന്ന് ചോദിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ആ പരിശുദ്ധാത്മാവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരുന്നാൽ ആ പരിശുദ്ധാത്മാവിന് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്ക് ദുഃഖം ഉണ്ടാവുമെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പരിശുദ്ധാത്മാവിന് ദുഃഖം ഉണ്ടാകാതിരിക്കുമോ? പരിശുദ്ധാത്മാവിനെ ഈ കണ്ട കാലം മുഴുവൻ നമ്മൾ ദുഃഖിപ്പിച്ചാ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന, കർത്താവ് എനിക്ക് വണ്ടി വേണം, വള്ളം വേണം, വിസ വേണം. പരിശുദ്ധാത്മാവ് ചെയ്തു തരുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ ബന്ധിക്കപ്പെട്ടു പോകുന്ന ഇവിടെയാ. അത് പിശാച് തടഞ്ഞതല്ല, ദൈവമായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ട് കർത്താവ് ഇതൊന്നും നമുക്ക് ചെയ്തു തരാത്ത. ഇന്ന് രാത്രി ആ കർത്താവിന്റെ ആത്മാവുമായിട്ടൊരു നല്ല ബന്ധത്തിലേക്ക് വരാൻ താല്പര്യമുണ്ടോ? പ്രൈസ് ഗോഡ്. നിങ്ങൾ ഒരു പക്ഷേ ഇന്ന് രാത്രി പാസ്റ്റർ വന്നിട്ട് വല്ല ദൂതും പറയുമായിരിക്കും എന്ന് വിചാരിച്ചായിരിക്കും വന്നത്, അറിയില്ല. നമുക്കുള്ള ഏറ്റവും വലിയ ദൂത് എന്നോടും കൂടെയുള്ള ദൂതായത്, നമ്മുടെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന വ്യക്തിത്വം പരിശുദ്ധാത്മാവാകട്ടെ. എല്ലാ കണ്ണുകളും നടച്ചത് നമുക്ക് അല്പം നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദിവസവും നടച്ചത്. ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഒരു പ്രസംഗമായിട്ട് നിങ്ങൾക്ക് തോന്നിയെന്ന് എനിക്കറിയില്ല. എന്തുവാ എനിക്ക് ദൈവാത്മാ എന്റെ ഹൃദയത്തിൽ തന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. അത് നിങ്ങൾക്ക് ഒരു പ്രസംഗമായിട്ട് എടുക്കണോ നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് ഹൃദയം തുറന്ന് അല്പനിമിഷം വായികൾ തുറന്നൊന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, എനിക്ക് ആ പരിശുദ്ധാത്മാവായിട്ടൊരു നല്ല ബന്ധം ഉണ്ടാകണം. ഇന്ന് പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായി കണ്ട്, ഇപ്പൊ നമ്മൾ ഇത്രയും പേരോട് ഇരിക്കുക, നമ്മളെ കൂടാതെ ഒരു വ്യക്തിയും കൂടെ നിങ്ങളുടെ മുറിയിലുണ്ട്. സർവ്വവ്യാപിയായ കർത്താവിന്റെ ആത്മാവ് ഒരു വ്യക്തിയായി തന്നെ നിങ്ങളുടെ മുറിയിലുണ്ട്. ആ വ്യക്തിയായിട്ട് കാണാൻ പറ്റുമോ പരിശുദ്ധാത്മാവിനെ? ആ പരിശുദ്ധാത്മാവിനെ വ്യക്തിയായിട്ട് നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റത്തില്ല. കാരണം പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് യേശുവിനെ നമുക്ക് യേശുവിന്റെ രൂപമൊക്കെ കാണാൻ പറ്റും. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ സിംബോളിക് രൂപങ്ങളെ നമുക്ക് കാണാൻ പറ്റും. പ്രാവായിട്ടോ വെള്ളമായിട്ടോ തീയായിട്ടോ അങ്ങനെയൊക്കെ നമ്മൾ ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. സോ അങ്ങനെ ഏതെങ്കിലും ഒരു ലെവല് പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ പ്രാവായിട്ട് യേശുവിന്റെ മേൽ പ്രാവായിട്ട് ഇറങ്ങി വന്നു. ആദ്യ നൂറ്റാണ്ടില് അപ്പോസ്തലന്മാർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ തീയായിട്ട് ഇറങ്ങി വന്നു. യേശു വെള്ളമായിട്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. പലയിടത്തും ഓയിലായിട്ട്, എണ്ണയായിട്ട് പറയുന്നുണ്ട്, കാറ്റായിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ പരിശുദ്ധാത്മാവിന്റെ പല രൂപങ്ങളുണ്ട്. നിങ്ങൾ ഇരിക്കുന്ന മുറിക്കകത്ത് ഒരു കാറ്റ് പോലെ പരിശുദ്ധാത്മാവിനെ അടിക്കാൻ പറ്റും. തീയായിട്ട് നിങ്ങളുടെ മേൽ ഇറങ്ങി വരാൻ പറ്റും. ഇന്ന് രാത്രി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കണ്ണുകളാണ്. അല്പ നിമിഷം നമ്മളൊരു 10 മിനിറ്റ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കിക്കൊണ്ട്